ഹലോ എവരി വൺ, വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പം മക്കളെ, നമ്മൾ കാത്തിരുന്ന ക്രിസ്മസ് ഇവിടെ എത്തിയല്ലേ. അതോടൊപ്പം തന്നെ നമ്മൾ നാളെ തൊട്ട് എന്താണ് ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം 10ാം ക്ലാസ്സിൽ നമുക്ക് എന്താണ് നാളെ തുടങ്ങുന്ന എക്സാം? മാത്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് മാത്സ് പഠിച്ചു പ്രിപ്പയർ ആയിട്ട് ഇരിക്കുവാന്ന് മിസ്സിന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ലൈവ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇന്ന് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ വെറുതെ വന്ന് ലൈവ് ക്ലാസ് കാണാതെ ഒരു ബുക്കും പെന്നും ആയിട്ടിരുന്ന് ലൈവ് ക്ലാസ് കാണുക. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസ് സിമിലർ നമ്മൾ ഓൾറെഡി ഓണം എക്സാം എഴുതിയിട്ടുണ്ടല്ലേ, ആ സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും നമ്മുടെ ക്രിസ്മസ് എക്സാമിനും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി 1 to 4 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓണം എക്സാമിന് പഠിച്ചിട്ടുണ്ട്. ആ ഓണം എക്സാമിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അവത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ 4th ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ളൊരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് മിസ് 6 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്ന് ഈ ലൈവ് ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, നമ്മുടെ എക്സാം പോയിന്റിലൂടെ നമുക്ക് മാത്സിൻ്റെ ക്ലാസ്സസ് മാത്രമല്ല മറ്റു കുറേ ക്ലാസ്സസും നമ്മൾ ലൈവ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാറ്റിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലൈവ് ക്ലാസ്സസ് മാത്രമല്ല, നമുക്ക് ഫ്രീ ആയിട്ട് കുറേ PDF-ഉം അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരമെല്ലാം നമ്മൾ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമേ തുടങ്ങുന്നത് നമ്മുടെ 4th ചാപ്റ്റർ വെച്ചാണ്. ദാറ്റ് ഈസ് ചാപ്റ്റർ 4 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. So the first question is that a strip of width 4 cm is attached to one side of a square to form a rectangle. The area of the new rectangle is what? 77 square centimeter. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? A strip of width 4 cm is attached to one side of a square. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, നമുക്ക് ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിനോട് നമുക്കൊരു 4 cm വിട്ടുള്ള ഒരു സ്ട്രിപ്പ് കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് മാറും? ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 77 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വി ടേക്ക് ദി വിഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ആസ് എക്സ്, വാട്ട് വിൽ ബി ഇറ്റ്സ് ലെങ്ത്? അപ്പം നമ്മൾ ഇതിൻ്റെ വിഡ്ത്തിനെ, ഈ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തിനെ എക്സ് എന്ന് വിളിച്ചാൽ ഇതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും മക്കളെ? നമുക്കറിയാം ഇതൊരു സ്ക്വയർ ആണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഈ സൈഡും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു എക്സ് പ്ലസ് 4. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദി മെഷേഴ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി സ്ക്വയർ ബൈ കൺസ്ട്രക്റ്റിംഗ് ആൻ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ വെറുതെ കണ്ടാൽ പോരെ, നമ്മളൊരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ആ സൈഡ്സ് കാണാൻ വേണ്ടി. സോ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. നമുക്കറിയാം ഏരിയ വിൽ ബി ഈക്വൽ ടു വാട്ട്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്നറിയാം അല്ലേ? ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും നമുക്കറിയാം. സോ വി ക്യാൻ സേ ദാറ്റ് വിച്ച് വിൽ ബി ഈക്വൽ ടു എക്സ് ഇൻറ്റു വാട്ട്? എക്സ് പ്ലസ് 4 ആയിരിക്കും. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു വാട്ട്? എക്സ് സ്ക്വയർ പ്ലസ് 4 ആയിരിക്കും. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 77 സ്ക്വയർ സെൻറ്റിമീറ്റർ. സോ വി ക്യാൻ റൈറ്റ് വാട്ട്? എക്സ് സ്ക്വയർ പ്ലസ് 4 വിൽ ബി ഈക്വൽ ടു 77. സോ നമുക്കിതിനെ ഒരു ഇക്വേഷൻ ആക്കാൻ വേണ്ടി 4x ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒരു ഇക്വേഷൻ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 4 നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 വിൽ ബി ഈക്വൽ ടു 77 പ്ലസ് 4. ഓക്കെ, ഫൈൻ. സോ നമുക്ക് എന്ത് എഴുതാം ഇതിൽ നിന്ന്? എക്സ് സ്ക്വയർ പ്ലസ് 4x plus 4 will be equal to what? Will be equal to 81 എന്ന് എഴുതാം. ഈ എക്സ് പ്ലസ് 4 പ്ലസ് 4ന് നമുക്ക് എന്തെന്ന് എഴുതാം മക്കളെ? നമുക്കതിനെ എക്സ് പ്ലസ് 2 the whole square എന്ന് എഴുതാം അല്ലേ? which is equal to what? 81. Therefore we can write x plus 2 will be equal to what? root 81. So x plus 2 will be equal to what? 9. root 81 എന്താണ്? 9 ആണ്. സോ വി ക്യാൻ റൈറ്റ് എന്താണ്? എക്സ് വിൽ ബി ഈക്വൽ ടു 9 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? നമ്മളോട് പറഞ്ഞിരിക്കുന്ന സൈഡ് കാണാൻ നമുക്ക് സൈഡ് കിട്ടി. എത്രയാണ്?
side will be equal to x. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ അത് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ കണ്ടുപിടിച്ചു സൈഡ് ഓഫ് ദി സ്ക്വയർ എത്രയാണ്? 7 cm. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. എ റെക്ടാങ്കിൾ ഈസ് ടു ബി മെയ്ഡ് വിത്ത് പെരിമീറ്റർ 60 meter and area 189 square meter. What should be its length? അപ്പോൾ പെരിമീറ്റർ ഉണ്ട്, ഏരിയയും തന്നിട്ടുണ്ട് അല്ലേ? പെരിമീറ്റർ ഈക്വൽ ടു വാട്ട്? പെരിമീറ്റർ ഈക്വൽ ടു 60യും അതുപോലെ തന്നെ ഏരിയ എത്രയാണ് തന്നിരിക്കുന്നത്? 189 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് കാണണം? അതിൻ്റെ സൈഡ്സ് കാണണം. ഓക്കെ, സോ മക്കളെ നമുക്കറിയാം പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ? 2 ഇൻറ്റു എന്താണ്? L പ്ലസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 60. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? L plus b എന്തായിരിക്കും? L plus b will be equal to what? 60 divided by 2 which is equal to 30. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. ഇനി നമുക്കിതിനെ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് L plus b will be equal to what? 30. ഇനി നമ്മൾ ഇതിനെ Lനെ ലെറ്റ് L be x എന്ന് എടുത്താൽ നമുക്ക് ബി എന്ന് പറയുന്നത് ബി നമുക്ക് എന്തെന്ന് വിളിക്കാം? ബി വിൽ ബി ഈക്വൽ ടു 30 മൈനസ് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെങ്തിനെ എക്സ് എന്ന് വിളിച്ചു, ബ്രെഡ്ത്തിനെ 30 മൈനസ് എക്സ് എന്ന് വിളിച്ചു. അപ്പം ഇവിടെ ചോദിക്കുന്നുണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക് ഏതൊക്കെയാണെന്ന്. മക്കളെ മാക്സിമം നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്തിട്ട് പോകുക. ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാപ്റ്റേഴ്സ് പ്രത്യേകം നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇവത്തിൽ നിന്ന് കൂടുതൽ മാർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ മൂവ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെങ്തിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു, ബ്രെഡ്ത്തിനെ 30 മൈനസ് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്നറിയാം അല്ലേ? ഏരിയ വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? എക്സ് ഇൻറ്റു 30 മൈനസ് എക്സ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 30x മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഏരിയയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 189. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 30x മൈനസ് എക്സ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 189. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഇതിനെ ഒരു പ്രോപ്പർ ഇക്വേഷനിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളിതിനെ ഒരു -1 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. സോ നമുക്ക് ഇതിനെ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? x square minus 30x x square minus 30x equal to what? 30x equal to 189. ഓക്കെ, അപ്പോൾ ഈ 189നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇതിനെ എന്തെന്ന് എഴുതാം? x square minus 30x, ഇവിടെ ഒരു മൈനസ് വരത്തില്ലേ, പ്ലസ് 189 ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്തായിട്ട് മാറി? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറിയില്ലേ? അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് വിൽ ബി ഈക്വൽ ടു എന്താണ്? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അല്ലേ? അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? സോ നമുക്ക് ഇവത്തിൽ നിന്ന് അപ്പം നമുക്ക് എന്ത് വാല്യൂ കണ്ടുപിടിക്കണം? എയും ബിയും സിയും എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റെയാണ് നമ്മൾ എ എന്ന് വിളിക്കുന്നത്. സോ എ വിൽ ബി ഈക്വൽ ടു എന്താണ്? ഇവിടെ 1 ആയിരിക്കും. ബി എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻ. ബി വിൽ ബി ഈക്വൽ ടു -30 ആൻഡ് സി വിൽ ബി ഈക്വൽ ടു വാട്ട്? സി വിൽ ബി ഈക്വൽ ടു 189. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് എയും ബിയും സിയും കിട്ടി. നമുക്കിനി എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇത് തന്നെയല്ലേ നമുക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് വിൽ ബി ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഓക്കെ, സോ ഈ ഇക്വേഷനിലേക്ക് എയും ബിയും സിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത് ഫർദർ നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാം വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് ഇൻറ്റു -30 വാട്ട് പ്ലസ് 30 ആവില്ലേ? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 900 മൈനസ് 756 വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? 30 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 144. സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 144 എന്തിൻ്റെയാണ്? 12ൻ്റെ റൂട്ട് അല്ലേ? 144. സോ അത് ഫർദർ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 21 ഓർ 9. സോ നമ്മുടെ ലെങ്ത് എത്രയായിട്ട് കിട്ടി? 21 ആയിട്ട് കിട്ടി. ബ്രെഡ്ത്ത് 9 മീറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ മക്കളെ ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ തന്നെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, സോൾവ് ചെയ്യുക.
ഓക്കെ, സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ആർക്കും ഒരു ഡൗട്ടും ഇല്ലെന്ന് മിസ് വിചാരിക്കുന്നു. സോ നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? ഓക്കെ, സോ വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വന്നത് മനസ്സിലാലോ. ക്വസ്റ്റ്യൻസ് തന്നു, അവത്തിൽ നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്തു. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് ആണ് നമ്മൾ ഫൈനൽ ആൻസറിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഇനി വി ആർ ഗോയിങ് ടു മൂവ് എത്രയാണ് 5th ചാപ്റ്റർ, ദാറ്റ് ഈസ് ട്രിഗ്നോമെട്രി. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ട്രിഗ്നോമെട്രിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 sides of parallelogram 20 cm and 10 cm. If the angle between them is what? ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 40 degree. What is the height of the parallelogram? ഇവിടെ നമുക്ക് പാരലോഗ്രാമിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ? ആംഗിൾ തന്നിട്ടുണ്ട്, എത്ര? 40 degree തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ട്രിഗ്നോമെട്രിക് റേഷ്യോ നമ്മളിവിടെ പഠിക്കുന്ന ഏതൊക്കെയാണ്? സൈൻ ഉണ്ട്, കോസ് ഉണ്ട്, ടാൻ ഉണ്ട്. ഇതിൽ ഏത് ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ആംഗിൾ 40 തന്നിട്ടുണ്ട്. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഈ എച്ച് നിൽക്കുന്നത്, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് വരുന്നുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ഹൈപ്പോട്ടിന്യൂസിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസും വരുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ ഏതാണ്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ട്രിഗ്നോമെട്രിക് റേഷ്യോ ഏതാണ്? സൈൻ അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സൈൻ ഓഫ് ആംഗിൾ 40 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് സൈൻ 40 വിൽ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതാ ഇവിടത്തിൽ മക്കളെ? ഓപ്പോസിറ്റ് സൈഡ് എച്ച് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ് നമുക്കറിയാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് തന്നിരിക്കുന്നത്? ഇവിടെ എച്ച് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ 10. സൈൻ 40യുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എത്രയാ? 0.64. സോ ഇവിടെ നമുക്ക് എച്ച് എന്ത് കിട്ടും? എച്ച് വിൽ ബി ഈക്വൽ ടു 0.64 into 40 which is equal to 6.4 centimeter. ഓക്കെ, അപ്പം നമ്മുടെ ഹൈറ്റ് എത്ര കിട്ടി? 6.4 centimeter കിട്ടി. ഓക്കെ, അപ്പം ഈ സെൻറ്റിമീറ്റർ നമുക്കറിയാം, നമ്മൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മുടെ ഫൈനൽ യൂണിറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും എഴുതിയിരിക്കണം. ഇപ്പം ലെങ്ത് അങ്ങനെ മെഷർമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ സെൻറ്റിമീറ്റർ എഴുതണം. ഏരിയ കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കണം. ഇപ്പം വോളിയം ആണെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ്, അങ്ങനെയൊക്കെ നമ്മൾ ഉറപ്പായിട്ടും ഫൈനൽ ആൻസറിൻ്റെ കൂടെ യൂണിറ്റ് നിങ്ങൾ എഴുതാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈറ്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം. ഓക്കെ, പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്കറിയാം പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു ബേസ് എത്രയാണ്? 20 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ദറ്റ് ഈസ് 20 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 6.4 അല്ലേ? 6.4 വിച്ച് ഈസ് ഈക്വൽ ടു 128 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് ഏരിയയും കിട്ടി. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണല്ലോ? സോ ട്രിഗ്നോമെട്രി ഇമ്പോർട്ടൻ്റ് ആണോ? ട്രിഗ്നോമെട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ട്രിഗ്നോമെട്രി. ഓക്കെ, so we are moving to the next question. In figure, angle B equal to 90 degree, BC equal to 1 centimeter, sin A equal to 1/2. What is the length of AC? ACയുടെ ലെങ്ത് കാണണം. ഓക്കെ, മക്കളെ നോക്കിക്കേ, ഇവിടെ നമുക്ക് സൈൻ A equal to 1/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി തന്നിട്ടുണ്ട്, 1 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കിനി ഏതാ കണ്ടുപിടിക്കുന്നത്? എ സി ഇവിടെ എന്താണ് മക്കളെ? എ സി എന്ന് പറയുന്നത് ഇവിടെ അത് ഹൈപ്പോട്ടിന്യൂസ് ആണ് അല്ലേ? ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ എന്താണ്? ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈൻ എ വിൽ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണെന്നറിയാം. ഈ ഫിഗറിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ്, ദാറ്റ് ഈസ് ബി സി ഡിവൈഡഡ് ബൈ എ സി. സോ which is equal to what? 1/2. സൈൻ ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് ഓൾറെഡി, 1/2 എന്ന് തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു ബി സി. ബി സിൻ്റെ വാല്യൂ എത്രയാണ്? 1/AC. സോ വി ക്യാൻ റൈറ്റ്, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സി വിൽ ബി ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ഓക്കെ, എ സിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 2 സെൻറ്റിമീറ്റർ എന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ ബി. എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ഇതെന്ന് നമുക്കറിയാം. ഓൾട്ടിറ്റ്യൂഡും കിട്ടിയിട്ടുണ്ട്, ഹൈപ്പോട്ടിന്യൂസും കിട്ടിയിട്ടുണ്ട്. ബേസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ബേസ് സ്ക്വയർ, ദാറ്റ് ഈസ് എ ബി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു വാട്ട്? എ ബി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ്
എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ അല്ലേ. എ സിയുടെയും ബി സിൻ്റെ വാല്യൂ എല്ലാം നമുക്കറിയാം. വിച്ച് ഈസ് ഈക്വൽ ടു അത് ആഡ് ചെയ്യുക. ദറ്റ് ഈസ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ which is equal to 4 minus 1 which is equal to what? 3. Okay, therefore we can write AB will be equal to what? AB equal to root 3. AB ന്റെ വാല്യൂ എത്രയാണ്? root 3 ആണ്. What is the measure of angle A? Angle A യുടെ മെഷർ കാണണം. അപ്പോൾ മക്കളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഓക്കെ നമ്മളുടെ ഗൈഡിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ ഫൈൻ, അതെല്ലാം പറയാം കേട്ടോ. അപ്പം നമുക്ക് സൈഡ് ഏതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? 1:2:3 എന്ന രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? സൈഡ്സിൻ്റെ റേഷ്യോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 1:2:3 എന്ന സൈഡ്സ് റേഷ്യോ വരുവാണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ റേഷ്യോ എന്തായിരിക്കും മക്കളെ? കറസ്പോണ്ടിങ് ആംഗിളിൻ്റെ റേഷ്യോ 30:60:90 എന്നായിരിക്കും. ഓക്കെ, 30:60:90. മക്കൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൈഡ് ബുക്കിൽ വളരെ പ്രിസൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് ബുക്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഗൈഡ് ബുക്കിൽ പേജ് നമ്പർ 117 ഇതുപോലെ നമ്മുടെ കണ്ടന്റ് ഒക്കെ വളരെ പ്രിസൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് 1:2 കറക്ഷൻ ഉണ്ട്. നിങ്ങൾ ആരും ഇത് കണ്ടില്ലേ? കറക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു ക്ലാസ്സിൽ. ദാറ്റ് ഈസ് 1:3:2 ആകുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? 30:60:90 വരുന്നത്. ഓക്കെ, സോ അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ എ ആണ്. ആംഗിൾ എ കാണണമെങ്കിൽ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? 1. അപ്പോൾ 1 കറസ്പോണ്ടിങ് നമ്മൾ അതിൻ്റെ ആംഗിൾ എത്രയാണ് വരുന്നത്? 30. അപ്പോൾ ആംഗിൾ എ വിൽ ബി ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ടൻറ്റെല്ലാം വളരെ പ്രിസൈസ് ആയിട്ട് നമ്മുടെ ഗൈഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് ബുക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും, കമൻറ്റ് ബോക്സിലൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പം ലിങ്ക് നിങ്ങൾ പോയാൽ മതി, നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് നമ്മുടെ ഗൈഡ് ബുക്കൊക്കെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഓക്കെ ഫൈൻ. സോ നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ 60 ഡിഗ്രി എത്രയാണ്? നമുക്കറിയാം സൈൻ 60 ഇവിടെ ഈ ആംഗിൾ നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? 30 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ ആയിരിക്കും എന്തെന്ന് വരുന്നത്? 60 വരുന്നത്. അപ്പോൾ സൈൻ ഓഫ് 60 എന്ന് പറയുന്നത് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? AB divided by hypotenuse, that is AC, which is equal to what? √3/2. Okay, അപ്പം നമുക്ക് കിട്ടും സൈൻ 60 will be equal to √3/2. അപ്പം ട്രിഗ്നോമെട്രിക് റിലേഷൻസിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ നമുക്ക് ഇവിടെ ട്രിഗ്നോമെട്രിക് റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 3 ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ദറ്റ് ഈസ് സൈൻ, കോസ് ആൻഡ് ടാൻ. അപ്പോൾ സൈൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ? സൈൻ വിൽ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഓക്കെ, അത് മിസ് ജസ്റ്റ് ഒന്ന് പറയാം. മെയിനായിട്ട് നമ്മൾ ഇതിൽ പഠിക്കുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ സൈൻ, കോസ് ആൻഡ് ടാൻ. ഓക്കെ, ഇപ്പോൾ സൈൻ ഓഫ് ആംഗിൾ എ ആണെങ്കിൽ സൈൻ ഓഫ് ആംഗിൾ എ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഓക്കെ, കോസ് ഓഫ് ആംഗിൾ എ ആകുമ്പോൾ എന്തായിരിക്കും? കോസ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ ടാൻ ഓഫ് ആംഗിൾ എ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ചെയ്യുമ്പോഴാണ് ടാൻ ഓഫ് ആംഗിൾ എ കിട്ടുന്നത്. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഒരു സൈഡും ആംഗിളും ആയിട്ടുള്ള റിലേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫുള്ളായിട്ട് പഠിക്കുന്നത്. അപ്പം അത് റിലേറ്റ് ചെയ്ത് നമ്മൾ ഈ 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം പഠിച്ചാൽ മതി. നമ്മളുടെ ഈ ചാപ്റ്റർ നമുക്ക് പക്കായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ABC is an equilateral triangle of side 12 centimeter. ഓക്കെ, നമുക്ക് ഇവിടെ പറയുന്നുണ്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ABC. അതിൻ്റെ സൈഡ്സ് പറഞ്ഞിട്ടുണ്ട് 12 centimeter ആണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ഇൻ വിച്ച് AD ഈസ് പെർപെൻഡിക്കുലർ ടു BC. അപ്പം ABC ഈ AD ഈസ് പെർപെൻഡിക്കുലർ ടു BC ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരുന്നുണ്ട്. ദാറ്റ് ഈസ് D.
അപ്പം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് ട്രയാങ്കിൾ എ ഡി ബിയുടെ ആംഗിൾസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിൾ എ ഡി ബി, ദാറ്റ് ഈസ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ അതിൻ്റെ ആംഗിൾസ് എന്താണ്? ഒരു ആംഗിൾ എന്തായിരിക്കും? എന്താണ്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, കമൻറ്റ് ബോക്സിലൂടെ റെസ്പോണ്ട് ചെയ്യാം. അപ്പം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ആംഗിൾസ് എന്തായിരിക്കും? ഒരു ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്കറിയാം ഇവിടെ നമുക്ക് 60 തന്നിട്ടുണ്ട്, ഇവിടെ 90 തന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ ഈ ആംഗിൾ എന്തായിരിക്കും? 30 ആയിരിക്കും. അപ്പം നമുക്ക് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എ 30 എന്ന് എഴുതാം, ബി 60 ആൻഡ് ആംഗിൾ ഡി 90. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ഡി ബി? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, നമ്മൾ 1:2 ഇവിടെ നമ്മുടെ ആംഗിൾസിൻ്റെ റേഷ്യോ ഇതിലാണ് വരുന്നത് 30:60 എത്രയാണ്? 90 എന്ന റേഷ്യോയിലാണ് ആംഗിൾസ് വന്നിരിക്കുന്നത്. അപ്പോൾ സൈഡ് ഏത് റേഷ്യോയിലായിരിക്കും വരുന്നത്? 1:√3:2. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഏത് സൈഡ്? എ ബി. എ ബി എന്ന് പറയുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡല്ലേ എ ബി. അപ്പം 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ വാല്യൂ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 2 എന്ന് പറയുന്നത് 12 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സൈഡ്സ് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ. 2 12 ആണെങ്കിൽ 1 എത്രയായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ √3 എന്തായിരിക്കും? √3 will be equal to 6√3. Therefore we can say what? The sides of triangle ABC is what? AB equal to 12, BD equal to 6 cm and AD equal to 6√3 cm. Okay. അപ്പോൾ മക്കളെ എനിക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. So we are moving to the next question. Question number 4. A child see the top of a telephone tower at an angle of elevation എത്രയാണ്? 80 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് വെച്ചാൽ ഒരു കുട്ടി ടോപ്പ് മുകളിലേക്ക് കാണുമല്ലേ, 80 ഡിഗ്രിയിൽ കാണുന്നു. ആൻഡ് സ്റ്റെപ്പ് 20 മീറ്റർ ബാക്ക്, 20 മീറ്റർ ബാക്കിലേക്ക് നീങ്ങുന്നു. ആൻഡ് സി ഇറ്റ്സ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര? 40 ഡിഗ്രി. 40 ഡിഗ്രി വീണ്ടും കാണുന്നു. ഡ്രോ എ റഫ് ഫിഗർ. ഓക്കെ, ഒബ്വിയസ്ലി നമുക്ക് വരയ്ക്കാമല്ലോ. എങ്ങനെയാണ്? ആദ്യമേ കുട്ടി ഇവിടെ നിൽക്കുക, ഇവിടെ ടവർ കാണുന്നു, ഇവിടെ നിന്ന് നോക്കി എത്ര കിട്ടി? എത്രയല്ല കണ്ടത്? 80 ഡിഗ്രി കണ്ടു. ഇനി 20 ബാക്കിലോട്ട് പോയി, 20 അടി ബാക്കിലോട്ട് പോയിട്ട് ഇത് കാണുമ്പോൾ എത്രയാണ്? 40 ഡിഗ്രിയിലാണ് കാണുന്നത് അല്ലേ. അപ്പോൾ റഫ് ഫിഗർ എന്ന് പറയുമ്പോൾ ഇതുപോലെ റഫാക്കി വരയ്ക്കരുത്, നിങ്ങൾ ഏകദേശം ഇതുപോലെയൊക്കെ ഇച്ചിരി ഭംഗിയായിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. കുട്ടി ഇവിടെ നിന്ന് കണ്ടു 80 ഡിഗ്രി, പിന്നെ 20 മീറ്റർ പുറകിലേക്ക് പോയപ്പോൾ എത്ര കണ്ടു? 40 ഡിഗ്രിയിൽ കണ്ടു. ഓക്കെ, സോ നമ്മളോട് ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നുണ്ട് കാൽക്കുലേറ്റ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ. അപ്പം ടവറിൻ്റെ ഹൈറ്റ് കാണണം. ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഈ BC ആണ് അല്ലേ. BC കാണാൻ നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? ഒന്ന് ആലോചിച്ചേ. ഈ ഒരു ആംഗിൾ വരുന്നത് എത്രയാ? 80 ഡിഗ്രി. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നമുക്ക് എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? BC ഒഴിവാക്കാൻ പറ്റില്ല, കാരണം അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ഈ ആംഗിളിൻ്റെ എന്ത് സൈഡാണ്? അത് ഈ ആംഗിളിൻ്റെ ഏത് സൈഡാ? ഓപ്പോസിറ്റ് സൈഡാ. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഏത്? 20 മീറ്റർ. 20 മീറ്ററും തന്നിട്ടുണ്ട്. അതെന്താണ്? ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ഏത് റേഷ്യോ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏതായിരിക്കും? ഒബ്വിയസ്ലി സൈൻ അല്ലേ, സൈൻ തന്നെയാണ്. അപ്പം സൈൻ ഓഫ് ആംഗിൾ 80 ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് we want to do sin of angle 80 which is equal to opposite side. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? BC divided by CD. CDയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ? 20. അപ്പം sin 80 നമുക്ക് ക്വസ്റ്റ്യൻ തരും. എത്രയാണ്? 0.98. So 0.98 will be equal to BC divided by 20. Therefore BC will be equal to എന്താണ്? 0.98 into 20. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 19.6 സെൻറ്റിമീറ്റർ. 19.6 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ഈ ടവറിൻ്റെ ഹൈറ്റ്. ഓക്കെ, അപ്പം സോ വി ക്യാൻ മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബിൽഡിംഗ് ഈസ് 100 മീറ്റർ. ദി ഹൈറ്റ് ഓഫ് വൺ ടവർ ഈസ് ഡബിൾ ദി ഹൈറ്റ് ഓഫ് ദി അതർ ബിൽഡിംഗ്. ഡബിൾ ആണ് അല്ലേ. The top of the building can be seen at an angle of elevation
60 degree and 30 degree from a point in between the building. ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് നിന്ന് നമുക്ക് ഈ ആംഗിളിലൊക്കെ കാണാം. ഡ്രോ എ റഫ് ഡയഗ്രാം. ഓക്കെ, മിസ് റഫ് ഡയഗ്രാം വരച്ച് റഫ് ആക്കുന്നില്ല. നമുക്ക് ആ റഫ് ഡയഗ്രാം ഏകദേശം ഇതുപോലെ വേണം. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആയിരിക്കണം രണ്ട് ടവറിൻ്റെയും തമ്മിൽ. ഇത് എക്സ് ആണെങ്കിൽ, സോറി, ഇതൊരു എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണെങ്കിൽ, ലെങ്ത് ആണെങ്കിൽ ബി ഡി എന്തായിരിക്കും? 2h ആയിരിക്കും അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഡബിൾ ദി ഹൈറ്റ് ഓഫ് ദി അതർ ബിൽഡിംഗ് ആയിരിക്കും. ഓക്കെ, പിന്നെ ആംഗിൾസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 30 കാണും, ഇത് 60 കാണും. അപ്പോൾ ഇത് 100 ആകുമ്പോൾ ഇതിനെ നമ്മൾ എക്സ് എന്ന് എടുത്താൽ ഈ ഇത്രയും ഡിസ്റ്റൻസ് എന്തായിരിക്കും? 100 മൈനസ് എക്സ് ആയിരിക്കും. കാരണം നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ടു ടവർ ഈസ് വാട്ട്? 100. ഓക്കെ, അപ്പോൾ റഫ് ഫിഗർ ഇതുപോലെ വൃത്തിയായിട്ട് വരയ്ക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഫുട്ട് ഓഫ് ദി ടോൾ ടവർ ടു ദി പോയിന്റ് ഓഫ് ദി ഒബ്സർവേഷൻ? ഓക്കെ, പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ നിന്നും അപ്പോൾ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് PB കണ്ടുപിടിക്കണം. അപ്പോൾ മക്കളെ നോക്കിക്കേ, നമുക്ക് അറിയാം, നമുക്ക് വാല്യൂസ് ഒന്നും ഇവിടെ തന്നിട്ടില്ല അല്ലേ? നമുക്ക് എന്ത് ഉണ്ട്? ഒരു എച്ച് ഉണ്ട്, 100 മൈനസ് എക്സ് ഉണ്ട്, എക്സ് ഉണ്ട്, 2h ഉണ്ട് അല്ലേ? അപ്പം ഇത് ഈ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഈ സൈഡ് എന്താണ്? ഓപ്പോസിറ്റ് സൈഡാണ്. ഇതേതാണ്? അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും വരുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ ഏതാണ്? നമുക്കറിയാം. എന്താ പറഞ്ഞു എല്ലാവരും? ദാറ്റ് ഈസ് ടാൻ. ടാൻ ടാൻ അല്ലേ? അപ്പം നമുക്കിവിടെ എന്താ കാണേണ്ടത്? ടാൻ 30യും ടാൻ 60 ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ടാൻ 30 എടുക്കുക അല്ലേ? ടാൻ 30 എന്ന് പറയുന്നത് എന്താണ്? ഫിഗറിൽ നമുക്ക് കിട്ടും. ടാൻ 30 വിൽ ബി ഈക്വൽ ടു വാട്ട്? AC ഡിവൈഡഡ് ബൈ AP. അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് മാത്രമാണോ, മറ്റൊരു ബിൽഡിംഗാണോ നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ടാൻ 60. ടാൻ 60 വിൽ ബി ഈക്വൽ ടു വാട്ട്? ടാൻ 60 വിൽ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് BD ഡിവൈഡഡ് ബൈ BP അല്ലേ? BD ഡിവൈഡഡ് ബൈ BP. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന, ഇവിടെ നമുക്കറിയാവുന്ന കുറേ ആ വേരിയബിൾസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? Tan 30 will be equal to what? 30 will be equal to H divided by AP means what? 100 minus X. Tan 60 അല്ലേ? Tan 60 equal to BD എത്രയാണ്? 2H divided by X. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാവുന്ന വാല്യൂസ് അല്ലേ? Tan 30, Tan 60 നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടാൻ 30യുടെ വാല്യൂ എന്താണ്? 1/√3 അല്ലേ? ടാൻ 30 1/√3 വിൽ ബി ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 100 മൈനസ് എക്സ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് പറയാൻ പറ്റും 100 മൈനസ് എക്സ് വിൽ ബി ഈക്വൽ ടു √3h അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ടാൻ 60യുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം? √3 വിച്ച് ഈസ് ഈക്വൽ ടു 2h ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ? അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3x will be equal to 2h. ഓക്കെ, മക്കളെ നോക്കിക്കേ, ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഒന്നിതും ഒന്നിതും. ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ നിന്നും എച്ച് എടുക്കാൻ പോകും. ഓക്കെ, ഇത് ഈ ഇക്വേഷൻ നമ്മൾ എച്ച് കണ്ടുപിടിക്കുന്നു. എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? √3x ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇനി ഈ എക്സിൻ്റെ ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം അല്ലേ? ദാറ്റ് ഈസ് എന്താണ്? 100 മൈനസ് എക്സ് വിൽ ബി ഈക്വൽ ടു √3 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ എന്താ മക്കളെ അവിടെ കിട്ടിയിരിക്കുന്നത്? √3x ബൈ 2. ഓക്കെ, അപ്പം മിസ് ചെയ്യുന്നത് കൂട്ടത്തിൽ നിങ്ങളും ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആൻസർ ചെയ്തിട്ടുണ്ടല്ലോ. ടാൻ എന്ന് പറഞ്ഞ് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, നമുക്ക് കാണാം. ദാറ്റ് ഈസ് 100 മൈനസ് എക്സ് വിൽ ബി ഈക്വൽ ടു √3 ഇൻറ്റു √3 എന്താണ്? √3 ഇൻറ്റു √3 വാട്ട്? 3 അല്ലേ? 3x ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവത്തെ നമുക്ക് എന്ത് എഴുതാം? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടും? 2 ഇൻറ്റു 100 മൈനസ് എക്സ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? 3x. അപ്പോൾ ഇത് നമുക്ക് ഫർദർ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങോട്ടേക്ക് എഴുതുവാണേ. ദാറ്റ് ഈസ് എന്ത് വരും? 200 മൈനസ് 2x വിൽ ബി ഈക്വൽ ടു 3x എന്ന് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 200 വിൽ ബി ഈക്വൽ ടു 5x, 5 ആണ്, 6 അല്ല. 200 will be equal to what? 200 will be equal to
5x. Therefore, we can write x will be equal to 200 divided by 5. What is that? 40. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 40 കിട്ടി. 40 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് പി ബി നമുക്ക് എന്താ ഇവിടെ കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് എന്താണ്? ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടോൾ ടവർ ആൻഡ് ദി ഒബ്സർവർ. കിട്ടിയോ? എത്ര കിട്ടി? എത്രയാ കിട്ടിയത്? 40. സോ ദാറ്റ് ഈസ് ദി പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ഈസ് അറ്റ് ദി ഡിസ്റ്റൻസ് 40 meter ഫ്രം ദി ടോൾ ബിൽഡിംഗ്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നിങ്ങൾ അടിപൊളിയായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മിസ്സിന് തോന്നുന്നു. കാരണം ആൻസേഴ്സ് കമൻറ്റിൽ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ഇടുന്നുണ്ട്. ഓക്കെ, ഗുഡ്. സോ വി ക്യാൻ മൂവ് ടു ദി നെക്സ്റ്റ് പാർട്ട് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് സി, കാൽക്കുലേറ്റ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കാണണം. അപ്പോൾ മക്കളെ നമുക്ക് ഹൈറ്റ് കാണണം. എക്സ് കിട്ടി, എച്ച് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് √3x × 2. അപ്പോൾ √3x × 2. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? 40 ആഡ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഈസ് ഈക്വൽ ടു 20 √3 meter എന്ന് കിട്ടി. അത് സ്മോൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആണ്. ലാർജ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡബിൾ എടുത്താൽ മതി. ദാറ്റ് ഈസ് 2 × 20 √3. ദാറ്റ് ഈസ് 40 √3 meter. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. A balloon moving horizontally at a distance 88.2 meter from the ground. See at an angle of elevation 60 degree from a point on the ground. After some times it can be seen at the angle 40 degree from the same point. Okay, അപ്പോൾ കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ബലൂൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഹൊറിസോണ്ടലായിട്ട്. ഫസ്റ്റ് നമ്മൾ നോക്കിയപ്പം ഫസ്റ്റ് നിന്ന സ്ഥലത്ത് നമ്മൾ നോക്കിയപ്പോൾ എത്രയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ? 60 degree. പിന്നീട് അത് മൂവ് ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര വന്നു? 80 degree ആയി അല്ലേ? ഡ്രോ എ റഫ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് റഫ് ഡയഗ്രാം ഡ്രോ ചെയ്തേ. സോ ജസ്റ്റ് ഡ്രോ എ റഫ് ഡയഗ്രാം. അപ്പോൾ നിങ്ങൾ റഫ് ഡയഗ്രാം ഒക്കെ വരച്ചു കഴിഞ്ഞു എന്നും കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ റഫ് ഡയഗ്രാം ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ടോ? ഇതുപോലെ ആയിട്ടുണ്ടോ എന്ന് നോക്കണേ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഡയഗ്രവും വന്നിരിക്കുന്നത്. ആദ്യമേ 60 കണ്ടു, അതിനുശേഷം നീങ്ങിയപ്പം 40. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ബലൂൺ ഡ്യൂറിങ് ദിസ് ടൈം. ഈ സമയത്ത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് വാട്ട്? ഈ ഡി സി കാണണം അല്ലേ? ഡി സി കാണണം. എന്ത് ചെയ്യും? ഈ ഡി സി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? എ ബിയോട് ഈക്വൽ അല്ലേ? നമ്മളിവിടെ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പം മക്കളെ ഈ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് നമുക്ക് കാണേണ്ടത് എത്രമാത്രം കണ്ടാൽ മതി? എ ബി മാത്രം കണ്ടാൽ മതി. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കിട്ടാം? എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അഡ്ജസൻറ്റ് സൈഡ്, ഈ ഒരു ആംഗിൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, അഡ്ജസൻറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇൻറ്റു അഡ്ജസൻറ്റ് സൈഡ് വരുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്താണ്? ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഏതായിരിക്കും? നേരത്തെ അനു പറഞ്ഞ ആ സെയിം ആൻസർ തന്നെ ഏതാ? ടാൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? ടാൻ ഓഫ് ആംഗിൾ 60യും ടാൻ ഓഫ് ആംഗിൾ 40യും കണ്ടുവച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ പി ഡി എയിലെയും ട്രയാങ്കിൾ പി സി ബിയിലെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ടാൻ ഓഫ് ആംഗിൾ 60യും ടാൻ ഓഫ് ആംഗിൾ 40യും കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ടാൻ ഓഫ് ആംഗിൾ 60 നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് പി എ വിൽ ബി ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? പി എ വിൽ ബി ഈക്വൽ ടു 50.98 മീറ്റർ കിട്ടും. അതുപോലെ തന്നെ ട്രയാങ്കിൾ പി ബി സിയിൽ നിന്നും നമ്മൾ ടാൻ 40 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പി വിൽ ബി ഈക്വൽ ടു 106.2 മീറ്റേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇതിൽ നിന്ന് പി എയും കിട്ടി, പി ഇത്രയും ഡിസ്റ്റൻസും കിട്ടി, പി ബിയും കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് സമയം വേണോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി? ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, നമ്മൾ ചെയ്ത സിമിലർ ടാൻ കാണാനുള്ളത് ഓൾറെഡി നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി എയും കിട്ടി, പി ബിയും കിട്ടി. ഇനി നമുക്ക് ഏതാണ് കണ്ടത് മക്കൾ? നമുക്ക് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസാണ് കണ്ടത്. എ ബി കാണാൻ എന്ത് ചെയ്താൽ മാത്രം മതി? പി ബി മൈനസ്
പി എ ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബി ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ബലൂൺ വിൽ ബി ഈക്വൽ ടു എ ബി വിച്ച് ഈസ് ഈക്വൽ ടു പി ബി മൈനസ് പി എ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ആൻസർ വിൽ ബി ഈക്വൽ ടു 55.2 meters. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് അടിച്ചു പൊളിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ. കാരണം അതിൽ വളരെ കുറച്ച് കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആംഗിൾസും സൈഡ്സും തമ്മിലുള്ള റിലേഷൻസ് ഉണ്ട്. പിന്നെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മൾ ഓൾറെഡി ഒരു ചോദിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെച്ചാൽ ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ 6 കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കേ. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ദി പോയിന്റ് ഓൺ എക്സ് ആക്സിസ്? ഓക്കെ, നമുക്കറിയാം കോർഡിനേറ്റ്സ് ഇങ്ങോട്ടൊരു വര, ഇങ്ങോട്ടൊരു വര. ഇതെന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസ് ആയിരിക്കും, ഇത് വൈ ആക്സിസ് ആയിരിക്കും. ഇത് പോസിറ്റീവ് സൈഡ് ഓഫ് ദി എക്സ് ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് സൈഡ് ഓഫ് ദി എക്സ് ആക്സിസ്. ഈ ഒരു പോയിന്റ് 0 ആണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് 1, ഇത് 2, അങ്ങനെയാണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നത് അല്ലേ? 3. ഇവിടെ കറസ്പോണ്ടിങ് എങ്ങനെ മാർക്ക് ചെയ്യാം? -1, -2, -3. ഇത് വൈ ആക്സിസിൻ്റെ കോർഡിനേറ്റ്. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എത്രയായിരിക്കും? 1, 2, 3. ഇത് മൈനസ് വൈ ആക്സിസിൻ്റെ പോയിന്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈസ് -1, -2 ആൻഡ് -3. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പോയിന്റ് ഓൺ എക്സ് ആക്സിസ്? എക്സ് ആക്സിസിലെ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മക്കളെ, എക്സ് ആക്സിസിലെ ഈ ഒരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എക്സ് കോമ വൈ എന്ന രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? കോർഡിനേറ്റ്സ് നമ്മൾ എക്സ് വൈ എന്ന രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പോയിന്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഇവിടുത്തെ ഇത്രയും എക്സ് ആക്സിസ് എത്രയാണ്? 2 ആയിരിക്കും അല്ലേ? ഇവിടെ 2, ഓക്കെ, ഇതെന്ന് പറയുന്നത് 2. ഇവിടെ വൈയുടെ വാല്യൂ എത്രയായിരുന്നു മക്കളെ? വൈയുടെ വാല്യൂ 0. സോ ദിസ് ലൈൻ ഈസ് 2, 0. ഇനി ഇവിടെ ഒരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഏതാണ്? ഇതിൽ വൈ ആക്സിസിൻ്റെ വാല്യൂ എത്രയാണ്? 0. കറസ്പോണ്ടിങ് എക്സ് ആക്സിസിൻ്റെ വാല്യൂ 0. കറസ്പോണ്ടിങ് വൈ ആക്സിസിൻ്റെ വാല്യൂ എന്താണ്? 2. ദാറ്റ് ഈസ് 0, 2. ഓക്കെ, അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ദി പോയിന്റ് ഓൺ എക്സ് ആക്സിസ്? അപ്പോൾ ഏതൊക്കെ ആയിരിക്കും മക്കളെ? എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റിൻ്റെ പ്രത്യേകത നോക്കിക്കുക. അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ വൈ കോർഡിനേറ്റ്സ് 0 വരുന്ന പോയിന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ എക്സ് ആക്സിസിലുള്ള. നോക്കിയാൽ ഫസ്റ്റ് 2, 0. ഓക്കെ, അത് വരുമല്ലോ എക്സ് ആക്സിസിൽ. പിന്നെ 0, 2 വൈ കോർഡിനേറ്റ് 0 അല്ല, 2 ആണ്. അതിപ്പം ഇത് ഇൻക്ലൂഡഡ് അല്ല. പിന്നെ 1, 1 അല്ല, 3, 4 അല്ല. അപ്പം നമ്മുടെ ആൻസർ വരുന്ന ഏത് മാത്രമേ ഉള്ളൂ? ദി റിക്വയർഡ് പോയിന്റ് ഈസ് 2, 0. ഓക്കെ, മനസ്സിലായല്ലോ? So we are moving to the next question. In the figure OAPB is a rectangle. The coordinate of the point P are 7, 5. Okay, this 7, 5 തന്നിട്ടുണ്ട്. What are the coordinates of A and B? Okay, ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? പോയിൻറ്റ്സ് കോർഡിനേറ്റ് എയും
ബിയും നിങ്ങൾ കണ്ടുപിടിച്ചോ? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം നിങ്ങൾ കണ്ടുപിടിച്ച ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന്. സോ പോയിന്റ് എയിൽ നോക്കിക്കോ മക്കളെ, നമുക്കറിയാം എക്സ് വൈ എന്ന രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ പി എന്താണ് കൊടുത്തിരിക്കുന്നത്? എക്സ് വൈ എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പം ഈ പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് എന്ന് പറയുന്നത് 7 ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാകും ഈ ഒരു ഓയിൽ നിന്ന് എ അല്ലെങ്കിൽ പി എത്ര മാറിയിട്ടുണ്ട്? 7 മാറിയിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു ആക്സിസിൽ ഇവിടെ എക്സ് വൈ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പം എക്സ് എന്തായിരിക്കും? 7 തന്നെയായിരിക്കും. പിന്നെ വൈ എന്താണ്? നമുക്കറിയാം എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് 0 ആണ്. Therefore this point is 7 0. ഇനി അടുത്ത ഏതാണ് കോർഡിനേറ്റ് കാണേണ്ടത്? കോർഡിനേറ്റ് ബി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു പോയിന്റ് ഓയിൽ നിന്ന് ബിയും ഈ ഒരു എക്സ് ആക്സിസിൽ നിന്ന് പിയും എത്ര കോർഡിനേറ്റ് ആണ് നീങ്ങിയിരിക്കുന്നത്? വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ 5 അല്ലേ? 5. ഇനി ബി നമുക്കറിയാം വൈ ആക്സിസിൽ ഒബ്വിയസ്ലി എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് 0 5. സോ ഇത് തന്നെയാണല്ലോ നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നത് അല്ലേ? സോ അവർ ആൻസർ ഈസ് 7 0 and 0 5. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്യുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. കമൻറ്റ് ഇടാൻ മറക്കുന്നതെന്ന് വിശ്വസിക്കുന്നു മിസ്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. ദി പോയിന്റ് 2 3 and x 0 are separated by a distance 3. What is the value of x? Okay, but distance between these 2 points is പോയിന്റ് തന്നിട്ടുണ്ട് 3. അപ്പോൾ അറിയാം ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? റൂട്ട് ഓഫ് എങ്ങനെയാണ് എഴുതിക്കോ? x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അറിയാമല്ലോ, സോൾവ് ചെയ്തോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? ഇത് x1 y1 ആയിട്ട് എടുക്കുന്നു, ഇത് x2 y2 ആയിട്ട് എടുക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് x1ൻ്റെ സ്ഥാനത്ത് 2 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദാറ്റ് ഈസ് 3 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 3 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം ഡിസ്റ്റൻസ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ ടി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? റൂട്ട് ഇടേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഈ റൂട്ട് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം അല്ലേ? ഈ റൂട്ട് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഈ 3ക്ക് നമുക്ക് എന്ത് ചെയ്താണ്? 3 സ്ക്വയർ ആക്കണം. ഓക്കെ ഓക്കെ 3 സ്ക്വയർ, സോറി 3 സ്ക്വയർ. ഓക്കെ, അപ്പോൾ 3 സ്ക്വയർ നമുക്ക് എത്രയാണെന്ന് അറിയാം? 9, വിച്ച് ഈസ് ഈക്വൽ ടു 2 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഇതെന്താണ്? 3 മൈനസ് 3 സ്ക്വയർ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? 9. വിച്ച് ഈസ് ഈക്വൽ ടു 9 ആണ് നമുക്കറിയാമല്ലോ. ദെർഫോർ 2 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 9 മൈനസ് 9 എന്തായി മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ 2 മൈനസ് എക്സ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 0. ദെർഫോർ വി ക്യാൻ റൈറ്റ് എക്സ് വിൽ ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. സോ ദി വാല്യൂ ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? എത്രയാണ്? 2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. Sides of rectangle ABCD are parallel to the axis. The coordinate of A and C are 3 1 and 7 4 respectively. Find the coordinates of BD അല്ലേ? കോർഡിനേറ്റ്സ് കാണാൻ നമുക്ക് ഇപ്പോൾ അടിപൊളിയായിട്ട് അറിയാം അല്ലേ? അപ്പോൾ ചട പറയാൻ നിങ്ങൾ എഴുതിക്കേ. ബി എന്തായിരിക്കും? ഇത് എക്സ് വൈ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. ഇതും എക്സ് വൈ ആയിട്ടാണ് റെപ്രസെൻറ്റ്. ബി എന്ന് പറയുന്നത് ഏത് വാല്യൂ എടുക്കണം? 7 എന്ന് വിളിക്കുക അല്ലേ? 7 ആൻഡ് എക്സ് വിൽ ബി ഈക്വൽ ടു വൈ എന്തായിട്ട് വരും? 1 ആയിട്ട് വരും. സോ ദി ബി കോർഡിനേറ്റ് എന്താണ്? 7 1. അതുപോലെ തന്നെ ഡി എന്തായിരിക്കും നമുക്കറിയാം. ഡി നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് എത്രയാണോ വന്നിരിക്കുന്നത് മക്കളെ? എക്സ് കോർഡിനേറ്റ് 3 അല്ലേ? എക്ക് 3 ആകുമ്പോൾ കറസ്പോണ്ടിങ് ഡിക്കും എത്ര തന്നെ വരും? 3 തന്നെ വരും അല്ലേ? അത്രയല്ലേ ഇത് മൂവ് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസിൽ. ഇനി വൈ ആക്സിസിൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സി എത്ര മൂവ് ചെയ്തിട്ടുണ്ട്? 4 മൂവ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഡി എത്ര തന്നെ മൂവ് ചെയ്യും? 4 തന്നെ മൂവ് ചെയ്യും. സോ ഡിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? 3ഉം 4ഉം ആയിരിക്കും. സോ ദി ആൻസർ ഈസ് 7 1 and 3 4. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഓഫ് ദി റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്. ഡയഗണൽ അറിയാം, ഇങ്ങനെ പോകുന്ന സംഭവം അല്ലേ? ദാറ്റ് ഈസ് എ സി അല്ലേ? അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എ സി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു വാട്ട്?
x1 minus x2 the whole square plus y1 minus y2 the whole square അല്ലേ? സോ ഇവിടെ നമ്മൾ x1 x2 എന്തായിട്ടാണ് എടുക്കുന്നത്? x1 x2 7 4 എന്നും വിളിക്കുന്നു. y1 y2 നമ്മൾ എന്ത് ചെയ്യുന്നു? സോറി x1 x2 നമ്മൾ 3 1 എന്നും വിളിക്കുന്നു. സോ വി ക്യാൻ റൈറ്റ് which will be equal to, that is 7 minus 3 the whole square plus ഇവിടെ y1 നമ്മൾ ഇതെടുത്തു, y2 ഇത് വിളിച്ചാൽ 4 minus 1 അല്ലേ? എന്ത് വരും? 4 minus 1 the whole square which is equal to, ഇത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ? 4 കിട്ടും അല്ലേ? 4 square plus എത്ര വരും? 3 square which is equal to 16 plus 9. Therefore we will get which is equal to what? 25 അല്ലേ? നമുക്ക് എന്ത് കാണണം? AC കാണണം. AC കാണാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് എടുത്താൽ മതി അല്ലേ? റൂട്ട് ഓഫ് 25 എടുത്താൽ മതി. which is equal to what? നമുക്കറിയാം എത്രയാ? 5 യൂണിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് കിട്ടി നമുക്ക്? ഡയഗണലിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് എത്ര കിട്ടി? 5 യൂണിറ്റ്സ് കിട്ടി. ഓക്കെ, so we are moving to the next question. Question number 5. The coordinates of two opposite vertices of rectangles are 7, 8 and 1, 3. Without drawing coordinates, mark these points as the vertices of the rectangle with the left, right and top, bottom positions. Correct. Okay. അപ്പോൾ നമ്മൾ അങ്ങനെ ആക്സിസ് ഒന്നും വരയ്ക്കരുത്, അല്ലാതെ നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമുക്കറിയാമല്ലോ കോർഡിനേറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ അടിപൊളിയാണ്. എക്സും വൈയും എങ്ങനെയൊക്കെ എക്സ് വൈ ആയിട്ട് കോർഡിനേറ്റ് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇത് ആക്സസ് ഇല്ലാതെ നമുക്ക് റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ നമുക്കറിയാം മക്കളെ, 1 എക്സ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 1 2 7 8 ആയിരിക്കും. 1 ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ തന്നെ വരും അല്ലേ? അപ്പോൾ 1 3 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു, 7 8 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു, സി ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ 2 വെർട്ടിസസ്. സിമ്പിൾ. ഓക്കെ, നമ്മൾ അത് എക്സ്പേർട്ട് ആയിട്ടുണ്ടല്ലേ ഇപ്പം. അപ്പോൾ ബിയും ഡിയും എങ്ങനെ കണ്ടുപിടിക്കാം? ബി ഒബ്വിയസ്ലി ഇത് 7 എന്തായിരിക്കും? 3 ആയിരിക്കാം. ഡി നമുക്ക് ഏത് ഓർക്കത്തെ ചോദിച്ചാലും പെട്ടെന്ന് പറയാം. എത്രയാണ്? 1 8. ഓക്കെ, ബിയും ഡിയും കിട്ടി. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽ. ഈ ഡയഗണലിൻ്റെ ലെങ്ത് കാണണം. ഓക്കെ, നമ്മൾ ഈ ഡയഗണലിൻ്റെ ലെങ്ത് കാണണം. നമ്മൾ എടുക്കുന്ന ഡയഗണൽ ഏതാണ്? AC. അപ്പം എന്ത് ഫോർമുലയാണ്? ഡിസ്റ്റൻസ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് AC സ്ക്വയർ വിൽ ബി ഈക്വൽ ടു വാട്ട്? x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ x1 x2 y1 y2 ഏതൊക്കെ എടുക്കുന്നത്? ഇതിനെ നമ്മൾ x1 y1 എന്ന് വിളിക്കുന്നു, ഇതിനെ നമ്മൾ x2 y2 എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? x1ൻ്റെ സ്ഥാനത്ത് 7 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ്? 8 minus 3 the whole square which is equal to what? 6 square plus എന്ത് വരും? 5 square which is equal to 6 square എത്രയാണ്? 36 plus എത്ര വരും? 25. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? which is equal to what? 61. അപ്പോൾ AC square is equal to what? 61 എന്ന് കിട്ടി. അപ്പോൾ AC കാണാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് 61 കണ്ടാൽ മതി. ദാറ്റ് ഈസ് ഓക്കെ, നമുക്ക് കിട്ടി. ACയുടെ വാല്യൂ, ഡയഗണലിലെ വാല്യൂ എത്രയാണ്? റൂട്ട് ഓഫ് 61 യൂണിറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 6, that is A minus 1 7, B 0 5 and C 1 3 are 3 points. Calculate the distance between AB, BC and AC. എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? AB കാണാൻ എന്ത് ചെയ്താൽ മതി? x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് ABയുടെ വാല്യൂ എന്ത് കിട്ടും മക്കളെ? ABയുടെ വാല്യൂ നമുക്ക് കാണാൻ പറ്റും റൂട്ട് 5 യൂണിറ്റ്സ് ആയിരിക്കും. BCയുടെ ലെങ്ത് നമുക്ക് എന്ത് അതുപോലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 5 തന്നെ കിട്ടും. ആൻഡ് ACയുടെ വാല്യൂ എന്ത് കിട്ടും? 2 റൂട്ട് 5 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏത് ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്തത്? ആ ഡിസ്റ്റൻസ് ഫോർമുല തന്നെയാണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് തന്നെയല്ലേ കിട്ടുന്നത് നിങ്ങൾക്കും? ഓക്കെ, അപ്പം നമുക്ക് കിട്ടി, എന്തൊക്കെ കിട്ടി? AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് റൂട്ട് 5 കിട്ടി. BC എന്ന് പറയുന്ന AB അല്ലേ? BC നമുക്ക് എത്ര തന്നെ കിട്ടി? BC നമുക്ക് എത്ര കിട്ടി? റൂട്ട് 5 എന്ന് കിട്ടി. പിന്നെ കിട്ടിയിരിക്കുന്ന AC അല്ലേ? AC എത്ര കിട്ടിയിരിക്കുന്നത്? 2 റൂട്ട് 5 അല്ലേ? ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആർ ദിസ് പോയിന്റ്സ് ആർ ഓൺ എ ലൈൻ.
ഒരേ ലൈനിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ബൈ ഒബ്സർവേഷൻ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് വി ക്യാൻ സേ ദാറ്റ് എ ഈസ് ദി ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ്, ബി ഈസ് ദി മിഡിൽ പോയിന്റ് ആൻഡ് സി ഈസ് ദി റൈറ്റ് മോസ്റ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു, ഒരു ലൈനായിട്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് എ ആണ് ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ബി എന്ന് പറയുന്നത് മിഡിൽ പോയിന്റ് ആയിട്ട് എടുത്തു, സി എന്ന് പറയുന്നത് റൈറ്റ് മോസ്റ്റ് പോയിന്റ് ആയിട്ട് എടുത്താൽ നമുക്കറിയാം എ ബി എന്ന് പറയുന്നത് 5 ആണെന്നറിയാം, ബി സി എന്ന് പറയുന്നത് √5 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത് എന്താ, ഇഫ് ദേ ആർ ഓൺ ലൈൻ, ഒരേ ലൈനിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എ ബിയുടെയും ബി സിയുടെയും വാല്യൂ ആഡ് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്, √5 പ്ലസ് √5 വിച്ച് ഈസ് ഈക്വൽ ടു 2√5 വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്, എന്താണ്, എ സി ആണ്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് എന്ത് പറയാം, എയും ബിയും സിയും എല്ലാം എന്താണ്, ഒരേ ലൈനിൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ കോർഡിനേറ്റ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ്, എക്സ് വൈ കോർഡിനേറ്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നും മനസ്സിലാക്കുക, ആ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തുള്ള കാര്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നും നമുക്കറിയാമെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പക്കായിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ടാൻജൻസ്. ഓക്കെ, നമുക്കറിയാം ടാൻജൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് പി ടി ആൻഡ് പി എസ് ആർ ടാൻജൻസ് ഓഫ് എ സർക്കിൾ വിത്ത് ദി സെൻറ്റർ O. ആംഗിൾ എസ് പി ടി, ഈ ഒരു ആംഗിൾ എത്രയാണ് തന്നിരിക്കുന്നത് മക്കളെ, 60. ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ എസ് ഒ ടി അല്ലേ, ആംഗിൾ എസ് ഒ ടി നമുക്ക് കാണണം അല്ലേ. അപ്പം നമുക്കറിയാം ഇത് 60ആണ്. ഈ രണ്ട് ആംഗിൾ എത്രയായിരിക്കും മക്കളെ, ഈ രണ്ട് ആംഗിൾ എത്രയായിരിക്കും, നമ്മൾ പഠിക്കുന്നുണ്ട് എത്രയാണ്, 90 ഡിഗ്രി. ദറ്റ് ഈസ് ഒരു ടാൻജൻറ്റും റേഡിയസും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും, 90 ആയിരിക്കും. അപ്പോൾ സംശയമില്ലാതെ നമുക്ക് പറയാം ഈ രണ്ട് ആംഗിളും 90 ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് എസ് ഒ ടി ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുന്നത്, ദാറ്റ് ഈസ് ഒ പി ടി ആൻഡ് ഒ പി എസ് എന്ന് പറഞ്ഞ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ പി ഒ ടി ആൻഡ് ട്രയാങ്കിൾ പി ഒ എസ്. ഇവിടെ നമുക്കറിയാം പി ടി ഈക്വൽ ടു പി എസ് എന്താണ്, ടാൻജൻസ് ആണ്. പിന്നെ അതുപോലെ ഒ ടി ഈക്വൽ ടു ഒ എസ് എന്താണത്, റേഡിയസ് ആണെന്നറിയാം. പിന്നെ ഒ പി ഈക്വൽ ടു ഒ പി അതെന്താണ്, കോമൺ സൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് എസ് 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 ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ട്രയാങ്കിൾ ഒ പി ടി സിമിലർ ടു ട്രയാങ്കിൾ എസ് ഒ പി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ ഒ പി ടി ഈക്വൽ ടു ആംഗിൾ ഒ പി എസ് വിച്ച് വിൽ ബി ഈക്വൽ ടു 60/2 എന്ന് വെച്ചാൽ ഈ രണ്ട് ആംഗിളും എങ്ങനെയായിരിക്കും, സിമിലർ ആയിരിക്കും. എന്ന് വെച്ചാൽ 60യുടെ ഹാഫ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എങ്ങനെയാണ്, ഈക്വൽ ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് ഈക്വൽ സൈഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് ആംഗിൾസും എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ആംഗിൾ എന്ത് കിട്ടി, ഇത് 30 എന്നും കിട്ടി, ഇതും 30 എന്ന് കിട്ടി. അപ്പോൾ ഇത് 30 ആണ്, ഇത് 90 ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ട്രയാങ്കിൾസ് വിൽ ബി ഈക്വൽ ടു എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നത് എത്രയാണ്, 180 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ആയിരിക്കും. ഇതേ സെയിം ഇത് തന്നെയായിരിക്കും നമുക്ക് ഇവിടെയും കിട്ടുന്നത്, ഇത് 60 ആയിരിക്കും. സോ നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദി ആംഗിൾ വാട്ട്, ഈ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആംഗിൾ എസ് ഒ ടി വിൽ ബി ഈക്വൽ ടു വാട്ട്, 120 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി അടുത്ത എന്താണ് ചോദിക്കുന്നത്, ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ പി ഒ ടി. ഏതാണ് പി ഒ ടി, കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ, എത്രയാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 60, ദാറ്റ് ഈസ് 60. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം അല്ലേ. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ ദി ഫിഗർ പി എ പി ബി ആർ ടാൻജൻസ്, അറിയാമല്ലോ നമുക്ക്. O is the center of the circle. Okay, if the radius of the circle is 3 centimeter, radius എത്രയാണ്, 3 centimeter ആണ്, and P equal to 4 centimeter. Find the length of in the PB. Find the length of PB. PB നമുക്കറിയാം ഒരു പോയിന്റിൽ നിന്ന് വരുന്ന സർക്കിളിലേക്ക് വരുന്ന ടാൻജൻസിൻ്റെ ലെങ്ത് എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് പി എ ഈക്വൽ ടു പി ബി. നമുക്കറിയാം പി എ വിൽ ബി ഈക്വൽ ടു പി ബി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 4 ആണ്. സോ നമുക്ക് സിമ്പിളായിട്ട് പറയാം പി ബി വിൽ ബി ഈക്വൽ ടു വാട്ട്, 4 centimeter. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ആംഗിൾ ഒ പി. ഒ പിയുടെ ലെങ്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്.
4ഉം 3യും തന്നിട്ടുണ്ട്. നമുക്കറിയാം ആംഗിൾ പി എ ഒ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പി എ ഒ എന്ന് പറയുന്നത് 90 ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു സർക്കിളിലേക്ക് വരുന്ന ടാൻജൻറ്റും റേഡിയസും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്രയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്? 90. അപ്പോൾ ഇത് 90 ആകുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എ പി ഒ അല്ലെങ്കിൽ ഒ പി എ എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്താണ്? റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിളിൻ്റെ ഒബ്വിയസ്ലി ഇതെന്താണ്? ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു സം ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഫിഗറിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഒ പി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് ഒ പി എ സ്ക്വയർ. അപ്പോൾ അതിലേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വിച്ച് വിൽ ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 9 പ്ലസ് 16 വിച്ച് ഈസ് ഈക്വൽ ടു 25. Therefore we can write P OP will be equal to root of 25, that is equal to 5 centimeter. അപ്പോൾ നമുക്ക് OP എത്ര കിട്ടി? OP will be equal to what? 5 centimeter. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ ടാൻജൻസിൻ്റെ പ്രോബ്ലംസ് ചെയ്തു പോകുന്നത് അല്ലേ? നമുക്ക് നോക്കാം അടുത്ത പ്രോബ്ലം എങ്ങനെയായിരിക്കും. സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് പ്രോബ്ലം 3. First question, if the angle measures of a triangle are x, y, z, x by 2 plus y by 2 plus z by 2 equal to what? നമുക്ക് കാണണം ട്രയാങ്കിൾസിൻ്റെ മെഷേഴ്സ് എക്സും വൈയും ഇസഡും ആണെങ്കിൽ എക്സ് ബൈ 2 പ്ലസ് y by 2 plus z by 2 equal to എത്രയാണെന്ന് കണ്ടു. നമുക്കറിയാം സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, അതെ, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് വിൽ ബി ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 180 എന്ന് എഴുതാം. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താ? എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 2 പ്ലസ് ഇസഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ്, കാരണം ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആയിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്? 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി എത്രയാണ്? 90 ഡിഗ്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദി ഫിഗർ പി is the in center and angle A is 80 degree. Find angle BPC. ഈ ആംഗിളാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്കറിയാം സം ഓഫ് ദി ആംഗിൾ. ആ ട്രയാങ്കിൾ എ ബി സി എടുക്കുകയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എത്രയായിരിക്കും? 180 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ അതിൻ്റെ ട്രയാങ്കിൾസിൻ്റെ ഹാഫ് എടുത്താൽ എത്ര വരും? 90 ഡിഗ്രി. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഹാഫ് ഓഫ് ആംഗിൾ ബി പ്ലസ് ഹാഫ് ഓഫ് ആംഗിൾ സി വിൽ ബി ഈക്വൽ ടു 90 മൈനസ് 1/2 ഹാഫ് ഓഫ് ആംഗിൾ എ എന്ന് എഴുതാമല്ലോ. അതിൽ തെറ്റുണ്ടോ? ഇല്ല, കാരണം ഈ പ്ലസിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ ഇപ്പുറയിലേക്ക് പോകുമ്പോൾ സൈൻ മാറും അല്ലേ? മൈനസ് ആയി. ഓക്കെ, അപ്പം ആംഗിൾ എ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 80 തന്നിട്ടുണ്ട്. അപ്പം 80യുടെ ഹാഫ് വിച്ച് ഈസ് ഈക്വൽ ടു 40. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1/2 ആംഗിൾ എ പ്ലസ് 1/2 ആംഗിൾ സി എന്ന് പറയുന്നത് എത്ര കിട്ടി? നമുക്ക് 50 കിട്ടി. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദറ്റ് ഈസ് നമ്മുടെ ട്രയാങ്കിൾ പി ബി സി കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ആംഗിൾ ബി പി സി പ്ലസ് ഹാഫ് ഓഫ് ആംഗിൾ ബി അല്ലേ വരുന്നത്? ഈ ഒരു ആംഗിളിൻ്റെ ഹാഫ്. ഓക്കെ, ഹാഫ് ഓഫ് ആംഗിൾ ബി പ്ലസ് ഹാഫ് ഓഫ് ആംഗിൾ സി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതാം. Therefore we can write angle BPC will be equal to 180 minus this. Okay, so ഈ വാല്യൂ നമുക്കറിയാം എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 50 ആണ് കിട്ടിയിട്ടുണ്ട്. So we are subtracting 50 from 180, we will get what? 130. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു this angle is what? 30. Okay, clear അല്ലേ? So we are moving to the next question. Question number what? 4. Okay, in the figure PA is the tangent. അറിയാമല്ലോ, the chord CB and QR are extended to meet at P. So ബി സി തന്നിട്ടുണ്ട് എത്രയാന്ന്? ബി സി എത്രയാന്ന് തന്നിട്ടുണ്ട്? 5 തന്നിട്ടുണ്ട്. പി ബി എത്രയാണ് മക്കളെ? 4 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് പി സി? പി സിയുടെ ലെങ്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? പി ബി പ്ലസ് ബി സി ചെയ്താൽ പോരെ അല്ലേ? പി ബി പ്ലസ് ബി സി ചെയ്താൽ മതി. ദറ്റ് ഈസ് 4 പ്ലസ്
5 which is equal to what? Which is equal to 9 centimeter. അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ അല്ലേ? ആരും ലൈവിൽ നിന്ന് പോയില്ലെന്ന് വിചാരിക്കുന്നു. So we are moving to the next part of that question, that is what is PQ into PR? PQ into PR എന്താണെന്ന് കാണണം. നമുക്കറിയാം മക്കളെ, ടാൻജൻറ്റ് ഒരു ഇൻ്റർസെക്റ്റിംഗ് ലൈനും ആ ലൈനിൻ്റെ സർക്കിളിൻ്റെ ഔട്ട്സൈഡിലേക്കുള്ള ആ ലൈനിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? സ്ക്വയർ ഓഫ് ദി ടാൻജൻറ്റിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് എന്താ എഴുതാൻ പറ്റും? PR അല്ലേ? PR into PQ അല്ലേ? PR into PQ will be equal to എന്തെന്ന് എഴുതാം? PA സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? എന്ന് വെച്ചാൽ ഈ ഒരു ലൈനിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻജൻറ്റിൻ്റെ സ്ക്വയറിനോട് ഈക്വലാണ്. നമ്മളത് ഓൾറെഡി പഠിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തെന്ന് എഴുതാം? എന്തും എഴുതാം. PB into PC will be equal to what? PB into PC will be equal to എന്തെന്ന് എഴുതാം? PA സ്ക്വയർ എന്ന് എഴുതാം. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? PR into PQ will be equal to PB into PC ആയിരിക്കുമല്ലോ അല്ലേ? ഉറപ്പാണല്ലോ. ദാറ്റ് ഈസ് ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഒബ്വിയസ്ലി ഇതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നമുക്ക് PQൻ്റെയും PRൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Therefore we can write PQ into PR will be equal to what? 36 centimeter. Okay. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് PA. നമുക്ക് അറിയാം എന്ത് ചെയ്താൽ മതി? പ്രൊഡക്റ്റിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് PB into PC equal to PA സ്ക്വയർ ആണ് നമുക്കറിയാം. PA സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 4 into 9 അല്ലേ? 4 into 9 എത്രയാണ് വരുന്നത് മക്കളെ? 4 into 9 is what? 36. For PA will be equal to root of 36 which is equal to 6 centimeter. Okay. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. In the figure, O is the center of the circle. Okay. PQ is a tangent at B. Angle ABP equal to എത്രയാണ്? Angle ABP equal to എത്ര തന്നിട്ടുണ്ട്? 70 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട് AC-യും BC-യും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് ആംഗിൾ ABQ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഫൈൻഡ് ദി മെഷർ ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് തന്നെ ഒന്ന് സോൾവ് ചെയ്യാമെന്ന് ശ്രമിച്ചേ. നോക്കിക്കേ മക്കളെ, നമുക്കിവിടെ എന്താ കാണേണ്ടത്? ആംഗിൾ ABQ അല്ലേ? ഇത് കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 70 തന്നിട്ടുണ്ട്. ഇത് ഒരു ആ ആംഗിളാണ് കണ്ടുപിടിക്കുന്നത്. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാകുന്ന ഈ ലീനിയർ പെയർ, സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ലീനിയർ പെയർ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ആംഗിൾ ABQ പ്ലസ് ആംഗിൾ ABP വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ അവത്തിൽ നമുക്ക് ആംഗിൾ ABQ വിൽ ബി ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ABP വിച്ച് ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? എത്ര കിട്ടി? 110 എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ എത്ര കിട്ടി മക്കളെ? ഈ ഒരു ആംഗിൾ 110 എന്ന് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി മെഷേഴ്സ് ഓഫ് ഓൾ ആംഗിൾ ഓഫ് ദി ട്രയാങ്കിൾ ABC. ABCയുടെ എല്ലാ ആംഗിൾസും കാണണം. ഓക്കെ. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി കിട്ടി ആംഗിൾ BPQ ഈക്വൽ ടു 1110 ആണെന്ന് കിട്ടി. അപ്പം ആംഗിൾ BPQ 1110 ആണെങ്കിൽ തീർച്ചയായിട്ടും ആംഗിൾ ACB എന്ന് പറയുന്നത് എന്താണ്? ACB എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ദാറ്റ് ഈസ് 1110 തന്നെയായിരിക്കും. കാരണം എന്താ മക്കളെ? നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. എന്താ? ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. എന്താ? ഇൻ എ സർക്കിൾ ദി ആംഗിൾ വിച്ച് a coordinates makes with the tangent at one end of any side is equal to what? To the angle which makes on the part of the circle on the other side. അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി അത് പഠിക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ
ടോപ്പിക്കിൽ വളരെ കാര്യങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. അപ്പം ഈ ഒരു കോഡും ഈ ഒരു ടാൻജൻറ്റും ആയിട്ടുണ്ടാക്കുന്ന ഈ ഒരു ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ആംഗിളും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ടന്റ് എല്ലാം വളരെ പ്രിസൈസ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ ഗൈഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 169 നമ്മുടെ ഗൈഡ് ബുക്കിൽ പേജ് നമ്പർ 169 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ ആംഗിൾ എ സി ബി കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റെസ്റ്റ് ഓഫ് ദി ആംഗിൾ എയും ഈ ഒരു ആംഗിൾ സി ബി എയും കണ്ടുപിടിക്കണം. പക്ഷെ നമുക്കറിയാം ഈ ഒരു സൈഡിന് ഓപ്പോസിറ്റ് ആണ് ഈ ആംഗിൾ വരുന്നത്, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആണ് ഈ ആംഗിൾ വരുന്നത്. അപ്പോൾ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന്. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ എ സി ബി എടുക്കുന്നു. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ദെർഫോർ നമ്മൾ എന്ത് ചെയ്യുന്നു? 180 മൈനസ് 110 ചെയ്യുന്നു അല്ലേ? 180 മൈനസ് 110 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 180 ദറ്റ് ഈസ് 180 മൈനസ് 110 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു 70. നമ്മൾ പറഞ്ഞു ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പം ഇതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു 2 ആംഗിൾസും കിട്ടും. വാട്ട് ഈസ് ദാറ്റ്? 35. അപ്പം ഇത് എത്ര വരും? 35 വരും. ഇതും എന്തായിരിക്കും? 35 വരും. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഇത് മെഷർ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഐ ഹോപ്പ് ഓൾ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ടാൻജൻസിൽ പറയുന്നത്. അപ്പം ടാൻജൻസിൽ ഇതുപോലെ ചെറിയ ചെറിയ കൺസെപ്റ്റ്സ് ഒക്കെ വെച്ചാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തത്. അപ്പം കൺസെപ്റ്റൊക്കെ വളരെ കൺസെപ്റ്റിലൂടെയൊക്കെ പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട്, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഈ കണ്ടന്റ് എല്ലാം വളരെ പ്രിസൈസ് ആയിട്ട് നമ്മുടെ ഗൈഡ് ബുക്കിൽ എക്സാം പോയിന്റിൽ പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ 8 solids. Okay, first question, the radius of two hemispheres are in the ratio of 1:2. What is the ratio of the surface area? അറിയാം, സർഫസ് ഏരിയ ഓഫ് ദി ഹെമിസ്ഫിയർ കണ്ടുപിടിക്കാൻ എന്ത് ഇക്വേഷൻ എന്താ? 3πr², അല്ലേ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റേഡിയസിൻ്റെ റേഷ്യോസ്. അപ്പോൾ ഒരു ഹെമിസ്ഫിയറിനെ നമ്മൾ 1 എന്നും മറ്റേതിനെ 2 എന്നും വിളിച്ചാൽ നമ്മൾക്ക് റേഡിയസിൻ്റെ റേഷ്യോ R1:R2 എന്ന് R2നെ എങ്ങനെ എഴുതാം? 1:2 എന്ന് എഴുതാം. ഓക്കെ, സോ ഫസ്റ്റ് ഹെമിസ്ഫിയറിനെ R1 എന്നും സെക്കൻഡ് ഹെമിസ്ഫിയറിനെ R2 എന്നും വിളിച്ചാൽ R1:R2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1:2 ആയിരിക്കും. അപ്പോൾ നമുക്ക് R1/R2 = 1/2. സർഫസ് ഏരിയ ഓഫ് ദി ഫസ്റ്റ് ഹെമിസ്ഫിയർ S1 will be equal to 3πr1². സർഫസ് ഏരിയ ഓഫ് ദി സെക്കൻഡ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? S2 = നമ്മൾ എന്ത് ചെയ്താൽ മതി? 3πr2² എന്ന് വെച്ചാൽ മതി. മക്കളെ, നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇത് റേഷ്യോ ആണ് അല്ലേ? ഇപ്പോൾ സർഫസ് ഏരിയയുടെ റേഷ്യോസ് ആണ് നമ്മൾ കാണുന്നത്. ദാറ്റ് ഈസ് S1/S2 അല്ലെങ്കിൽ S1:S2 കണ്ടാൽ മതി അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ 3π ഗെറ്റ് ക്യാൻസൽ, വിച്ച് ഈസ് ഈക്വൽ ടു R1² ഡിവൈഡഡ് ബൈ R2², വിച്ച് ഈസ് ഈക്വൽ ടു R1/R2 ദ ഹോൾ സ്ക്വയർ. R1/R2 ഓൾറെഡി നമുക്കറിയാം അതിൻ്റെ വാല്യൂസ് എത്രയാണ്? വാല്യൂ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 1/4. സോ therefore we can write what? S1:S2, which is equal to 1/4. Okay, അപ്പം ഉള്ള റേഷ്യോ കണ്ടുപിടിച്ചു. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. All edges of a square pyramid are equal. Okay, total sum of the lengths of all edges is എത്രയാണ് തന്നിരിക്കുന്നത്? 48 cm. Find the base area of a pyramid. ഓക്കെ, അപ്പം ബേസ് ഏരിയ ഓഫ് എ പിരമിഡ്. ഇപ്പോൾ സ്ക്വയർ പിരമിഡ് ആകുമ്പോൾ ഒബ്വിയസ്ലി ബേസ് ഏരിയ എന്തായിരിക്കും? സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പം എഡ്ജസ് എല്ലാം ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പം എഡ്ജസിൻ്റെ സം തന്നിട്ടുണ്ട്, 48 ആണെന്നറിയാം. ദാറ്റ് ഈസ് എന്തെന്ന് നമുക്ക് പറയാം? 8a will be equal to 48 എന്ന് പറയാം. Therefore 8 will be equal to what? 8 will be equal to 6 cm. അപ്പോൾ സർഫസ് സ്ക്വയർ പിരമിഡ് ആയതുകൊണ്ട് തന്നെ സർഫസ് എന്തായിരിക്കും? ബേസ് എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. അപ്പം സ്ക്വയർ ബേസ് ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? A² ആണ് കണ്ടാൽ മതി. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു 6², വിച്ച് ഈസ് ഈക്വൽ ടു 36 cm². ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ?
എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മിസ്സ് പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളും എഴുതി പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം സമയം ആർക്കെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, അതിനുള്ള ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. So we are moving to the next question, question number 3. Find the surface area of a cone having base radius 9 cm and height എന്ന് പറയുന്നത് 12 cm. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് സർഫസ് ഏരിയ ഓഫ് ദി കോൺ ആണല്ലേ. അപ്പോൾ ഒരു കോൺ ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 9 cm ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 12 cm ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സർഫസ് ഏരിയ കാണാനാണ്. അപ്പോൾ സർഫസ് ഏരിയയിൽ നമുക്ക് എന്ത് വേണം? ബേസ് ഏരിയയും വേണം, പിന്നെ എന്തും വേണം? കർവ്ഡ് സർഫസ് ഏരിയയുടെയും സമ്മാണ് നമ്മളുടെ സർഫസ് ഏരിയ ഓഫ് ദി കോൺ എന്ന് പറയുന്നത്. അപ്പം ബേസ് ഏരിയ എന്താണ്? πr² ആണ്. പിന്നെ സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ കാണണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? πrl വേണം അല്ലേ. ഇവിടെ എൽ എന്ന് പറയുന്നത് എന്താ? സ്ലാൻഡിങ് ഹൈറ്റ്. ഇവിടെ നമുക്ക് എൽ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇതിവിടെ ഈ എൽ കണ്ടുപിടിക്കണം. മക്കളെ, നമുക്കറിയാം ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു റൈറ്റ് ആംഗിൾ ആയിരിക്കും. ബേസ് തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ റൈറ്റ് ആംഗിൾ ആക്കുമ്പോൾ ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാൻ നമ്മളൊന്നും ആലോചിക്കാതെ നമുക്ക് പൈത്തഗോറസ് തിയറം തന്നെ യൂസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് സ്ലാൻഡിങ് ഹൈറ്റ് നമുക്ക് കാണാം, which is equal to √h² + 6r². ഓക്കെ, അപ്പോൾ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, which is equal to √12² + 9². 12² വാല്യൂ 144, 9² വാല്യൂ 81 ആണ്. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 225. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് √25. 225 will be equal to 15 cm. Therefore we get slanting height will be equal to what? Slanting height is equal to 15 cm. അപ്പം സർഫസ് ഏരിയ കാണാനുള്ള ടേം എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. ആർ അറിയാം, എൽ അറിയാം, പൈയുടെ വാല്യൂ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സർഫസ് ഏരിയ വിൽ ബി ഈക്വൽ ടു base area plus curved surface area, which is equal to πr² plus πrl, which is equal to pi into 9² plus pi into 9 into 15, which is equal to 81 pi plus what? 135 pi, which is equal to what? 216 pi. അല്ലേ, നമ്മൾ ആഡ് ചെയ്താൽ മതി. നമുക്ക് സർഫസ് ഏരിയ എത്ര കിട്ടി? 216 pi. യൂണിറ്റ് എഴുതാൻ മറക്കരുത്, ദറ്റ് ഈസ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 4. Okay, radius of a solid metal cone is 4 cm. Its slant height is 13 cm. Find the height. അല്ലേ, അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ കോണാണ്. കോണിൻ്റെ എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഡിയസും തന്നിട്ടുണ്ട്, സ്ലാൻഡ് ഹൈറ്റും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, അവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യും. അപ്പം നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി. ഇവിടെ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ടിന്യൂസ് മൈനസ് റേഡിയസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നു. എച്ച് വിൽ ബി ഈക്വൽ ടു സ്ലാൻഡ് ഹൈറ്റ് മൈനസ് സ്ലാൻഡ് ഹൈറ്റിൻ്റെ സ്ക്വയർ മൈനസ് റേഡിയസിൻ്റെ സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് 13² minus 5². 13² we know that 169 minus 25. So which is equal to എന്ത് വരും? സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ which is equal to √144. √144 is what? 12. So ഹൈറ്റ് എത്ര കിട്ടി? 12 cm എന്ന് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് find the volume of the cone. Volume of the cone will be equal to what? 1/3 πr² h. ഓക്കെ, വാല്യൂസ് നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Therefore which is equal to 1/3 into pi into 5² into 12. That is, ഇത് ക്യാൻസൽ ആകുമ്പോൾ 4 വരും. 25 into 4, what is that? 100 pi centimeter cube. അപ്പം വോളിയത്തിൻ്റെ യൂണിറ്റ് വരുമ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബിലാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഏരിയ ആണ് കാണുന്നതെങ്കിൽ അതിനെ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന രീതിയിലാണ് നിങ്ങളതിനെ കണക്കാക്കേണ്ടത്. ഓക്കെ, സോ വി ആർ അപ്പം അതുകൊണ്ട് നിൽക്കുന്നില്ല. രണ്ടാം സി പാർട്ട് കൂടെ ഉണ്ട്. ഇഫ് it is melted and recasted into small cone of radius 1 cm and height to 1 cm, how many cones will we get? Okay, അപ്പം സ്മോൾ കോണിൻ്റെ റേഡിയസും ഹൈറ്റും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്മോൾ കോണിൻ്റെ വോളിയം എത്രയാണ് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ഒരു സ്മോൾ കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/3 into pi into 1 into 1. ഓക്കെ, which is equal to pi/3 cm cube. ഇനി നമുക്ക് എന്താ കാണുന്നത്? എത്ര
സ്മോൾ കോൺസ് നമുക്ക് കിട്ടുമെന്നാണ് നോക്കേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? വോളിയം ഓഫ് ദി ലാർജ് കോൺ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സ്മോൾ കോൺ ചെയ്താൽ മതി. ദറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 100 പൈ ഡിവൈഡഡ് ബൈ പൈ ബൈ 3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമുക്ക് എന്തെന്ന് എഴുതാം? 100 പൈ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻറ്റു എന്ത് വരും? 3 ബൈ പൈ അല്ലേ? പൈ പൈ ഗെറ്റ് ക്യാൻസൽ. 3 ഇൻറ്റു 100 എത്ര വരും? 100 ഇൻറ്റു 3 എത്ര വരും? 300 കോൺസ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. ദ റേഡിയസ് ഓഫ് എ solid sphere is 6 cm. Find the volume and the surface area of the solid sphere. അപ്പോൾ സ്പിയറിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻസ് ഓക്കെ കമൻറ്റിൽ ചോദിക്കുന്നത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവ് ഉണ്ടോ? യെസ്, എല്ലാ സബ്ജക്റ്റിൻ്റെയും നമ്മുടെ സബ്ജക്റ്റുകളുടെ എല്ലാത്തിൻ്റെയും ലൈവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിലും നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ലൈവ് ക്ലാസ്സസിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ ഫ്രീ ആയിട്ടുള്ള PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനുള്ള അവസരവും നമുക്ക് അതിൽ കാണും. സോ ജസ്റ്റ് ജോയിൻ ടു ദാറ്റ് ഗ്രൂപ്പ്. ഓക്കെ, സോ നമുക്കെന്നാ കണ്ടിന്യൂ ചെയ്യാം. സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ പറഞ്ഞത് സ്പിയറിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ അല്ലേ? ദറ്റ് ഈസ് 4πr². ഇനി വോളിയവും കാണണം അല്ലേ? അപ്പോൾ മക്കളെ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ വോളിയം കാണാൻ 4/3 πr³. ഒന്നും ചെയ്യേണ്ട, r നമുക്കറിയാം. ജസ്റ്റ് വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദറ്റ് ഈസ് 4/3 π ഇൻറ്റു r³. ഓക്കെ, 6ൻ്റെ ക്യൂബ് എത്രയാണ്? 216 അല്ലേ? അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വോളിയം വിൽ ബി ഈക്വൽ ടു 288 π cm³. ഇനി നമ്മൾ എന്താണ് കാണുന്നത്? സർഫസ് ഏരിയ അല്ലേ? സർഫസ് ഏരിയ കാണണം. സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 4πr². ആറിൻ്റെ വാല്യൂ എത്രയാണ്? 6 അല്ലേ? ആറിൻ്റെ വാല്യൂ 6 ആണ്. സോ വി വിൽ ഗെറ്റ് 4π ഇൻറ്റു 6². ഓക്കെ, അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും സർഫസ് ഏരിയ വിൽ ബി ഈക്വൽ ടു 144. സർഫസ് ഏരിയ ആകുമ്പം നമ്മളുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബിലല്ല ഇടേണ്ടത്, സെൻറ്റിമീറ്റർ സ്ക്വയറിലായിരിക്കും ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി, സോറി. അപ്പോൾ അത് കണ്ടുപിടിച്ചു. സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി ക്വസ്റ്റ്യൻ നമ്പർ 5. It is cut into 2 equal halves. What is the total surface area of each hemisphere? What is the volume of the hemisphere? Okay, ഇനി ഈ സ്പിയറിനെ ഈക്വൽ പാർട്ടാകുമ്പോൾ, ഈ സ്പിയറിനെ ഹാഫ് ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഹെമിസ്ഫിയർ അല്ലേ? അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയയും വോളിയവും ആണ് കാണുന്നത്. ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എത്രയാണ്? 3πr² ആണ് അല്ലേ? അപ്പം വോളിയം ഓഫ് ദി ഹെമിസ്ഫിയർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2/3 πr³ ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത്, ഇവിടെ r എന്ത് തന്നെയാണ്? r 6 cm ആയിരിക്കും. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടും ഒന്ന് കണ്ടുപിടിക്കൂ. കണ്ടുപിടിച്ചു എല്ലാവരും? ഓക്കെ, സിമ്പിൾ അല്ലേ? ആ ഇക്വേഷൻ നമുക്കറിയാം, ആറിൻ്റെ വാല്യൂ അറിയാം, കാര്യങ്ങൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ, സോ നമുക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ വോളിയം ഓഫ് ഹെമിസ്ഫിയർ 2/3 πr³ ആണ്. ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ r³ 216. Therefore we are substituting all those values. We will get volume of the hemisphere as 144 π cm³. ഇനി ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഹെമിസ്ഫിയറിൻ്റെ 3πr² വിച്ച് ഈസ് ഈക്വൽ ടു 3π ഇൻറ്റു 6² അല്ലേ? 6² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 108 π cm². ഓക്കെ, ഓക്കെ മക്കളെ, അത്രയേ ഉള്ളൂ നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ്. അപ്പോൾ നമ്മളിപ്പം പഠിച്ച ചാപ്റ്റർ ഏതാ? സോളിഡ്സ്. ഓക്കെ, അപ്പോൾ സോളിഡ്സിൽ നിങ്ങൾ കാണുന്നത് കുറേ അധികം എന്തൊക്കെ കാണും? പിരമിഡ്സ് കാണും, കോൺസ് കാണുന്നുണ്ട്, സ്പിയേഴ്സ് കാണുന്നുണ്ട്, ഹെമിസ്പിയേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഓരോ സോളിഡ്സിൻ്റെയും
സർഫസ് ഏരിയയും വോളിയവും കാണാനുള്ള ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ആ ഇക്വേഷൻസിൽ വരുന്ന ടേംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. കോണിൽ നമ്മൾ പൈ ആർ എൽ എന്ന് പറയുമ്പോൾ ആറ് എന്താണ്? റേഡിയസ് ആണ്. എൽ എന്ന് പറയുന്നത് എന്താണ്? സ്ലാൻഡ് ഹൈറ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് പഠിക്കും. കുറച്ച് ഇക്വേഷൻസേ വരുന്നുള്ളൂ, ഒത്തിരി ഒന്നുമില്ല. അപ്പോൾ ആ ഇക്വേഷൻസ് നമുക്ക് പക്കായിട്ട് അറിയാമെങ്കിൽ ഈ ഒരു ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പക്കായിട്ട് സോൾവ് ചെയ്യും. ഫുൾ മാർക്കും ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മേടിക്കാം. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. സോ നമുക്ക് അതിന് ലാസ്റ്റ് ചാപ്റ്റർ 9 നമുക്ക് നോക്കാം. ചാപ്റ്റർ 9 ജോമെട്രി ആൻഡ് ആൾജിബ്ര. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് അധികം ചോദ്യം വരില്ല എന്ന് വിശ്വസിക്കുന്നു. എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടരുത്. ഈ ചാപ്റ്ററൂടെ പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, so the first question is that in the figure coordinates of 3 vertices of a parallelogram are given. Okay, write the coordinates of the 4th vertices. Okay, അപ്പോൾ ഫിഗർ ഇതാണ്. 4th verticesൻ്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇത് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുന്നു, അല്ലെ? ഈ സൈഡിൽ നിന്നും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുന്നു, ഇവിടെ നിന്നും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഓക്കെ, അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റ് Q അല്ലേ? ഈ ഒരു പോയിന്റിൻ്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എക്സ്, നമുക്ക് എന്താ എഴുതാം? എന്ത് കിട്ടും നമുക്ക്? 9 ആൻഡ് അല്ലേ, ബിയുടെ അതേ വാല്യൂ തന്നെ ആയിരിക്കുമല്ലോ ഈ ക്യൂ എന്ന് പറയുന്ന കോർഡിനേറ്റ്സിൽ നമ്മൾ പഠിച്ച കാര്യം നമുക്ക് ഇവിടെ യൂസ്ഫുൾ ആകും, അല്ലേ? അപ്പോൾ ഇത് 9, പിന്നെ ഹൈറ്റ് എത്ര തന്നെ വരത്തുള്ളൂ? 4 തന്നെ വരുള്ളൂ, അല്ലേ? അപ്പോൾ ക്യൂ നമുക്ക് എത്ര കിട്ടി? 9, 4 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇവിടെ നിന്ന് എ ക്യൂവും ബി ക്യൂവും കണ്ടുപിടിക്കുക. എ ക്യൂ എത്രയാണ് മക്കളെ? എ ക്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഡിസ്റ്റൻസിൻ്റെ, ആ പോയിൻറ്റ്സിൻ്റെ, എക്സിൻ്റെ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസും വൈയുടെ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസും വെച്ചാൽ മതി. കാരണം എ ക്യൂ നോക്കിക്കേ, ഈ എ ക്യൂവിൽ നോക്കിക്കേ, ഇവിടെ ഏത് കോർഡിനേറ്റ് മാത്രമേ എന്ത് വരുന്നുള്ളൂ? വേരിയേഷൻ വരുന്നുള്ളൂ. എക്സ് കോർഡിനേറ്റ് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കിട്ടിയാൽ മതി. ദാറ്റ് ഈസ് എന്ത് കിട്ടും നമുക്ക്? ദാറ്റ് ഈസ് 6 യൂണിറ്റ്സ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കണം. അപ്പോൾ ഇത്ര കിട്ടി? 6 യൂണിറ്റ്സ് കിട്ടി. ഇനി സിമിലർലി വി ആർ ഗോയിങ് ടു ടേക്ക് ദി വാല്യൂ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് ക്യൂബിയുടെ വാല്യൂ എത്ര കിട്ടും? ഇവിടെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, വൈ ആണ് മാറുന്നത് നമുക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് 6 - 4 അല്ലെങ്കിൽ 6 - 4 കൺസിഡർ ചെയ്യുക, അതിൻ്റെ മോഡുലസ് എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര യൂണിറ്റ്സ് ആണെന്ന് കിട്ടും? 2 യൂണിറ്റ്സ് ആണ് കിട്ടും, അല്ലേ മക്കളെ? ഇത് പാരലോഗ്രാം ആണെന്ന് നമുക്കറിയാം. അങ്ങനെ ആകുമ്പോൾ ഈ എ ബി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എ ക്യൂ എന്ന് പറയുന്നത് ഈ സെയിം മെഷർമെൻറ്റ് തന്നെ ആയിരിക്കുമല്ലോ ബി പിക്കും വരുന്നത്. അതേ സെയിം മെഷർമെൻറ്റ് തന്നെ, അതുപോലെ തന്നെ ക്യൂ ബിക്ക് വരുന്ന അതേ മെഷർമെൻറ്റ് തന്നെ ആയിരിക്കുമല്ലോ ഇതിനും വരുന്നത്, സി പിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം ആ ഒരു ഇത്രയും യൂണിറ്റ്സ്, അപ്പം ഇവിടെ എത്രയാണ്? 6 യൂണിറ്റ്സ് ഇവിടെ നീങ്ങിയാൽ, ഇത് 6 യൂണിറ്റ്സ് ആണെങ്കിൽ ഇവിടെ എത്ര വരും? 6 യൂണിറ്റ്സ് തന്നെ മാറും. അതുപോലെ തന്നെ ഇവിടെ എത്ര വരും? 2 യൂണിറ്റ്സ് ആണ് മുകളിലേക്ക് പോയത്. കറസ്പോണ്ടിങ് ഇവിടെ 2 യൂണിറ്റ്സ് ആണ് പോയത്. അതുപോലെ തന്നെ ഇവിടെ എത്ര യൂണിറ്റ്സ് തന്നെ പോകും? 2 യൂണിറ്റ്സ്. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏത് വെർട്ടിസസ് കാണാനാ? 4th വെർട്ടിസസ്, ദാറ്റ് ഈസ് 4th വെർട്ടെക്സ്, ദാറ്റ് ഈസ് 6 C, അല്ലേ? അപ്പം ഇവിടെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പം നമ്മുടെ ഏത് കോർഡിനേറ്റ് ആയിരിക്കും നീങ്ങുന്നത്? എക്സ് കോർഡിനേറ്റ് ആയിരിക്കും നീങ്ങുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സ് കോർഡിനേറ്റ് 5 ആണെങ്കിൽ 5ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 5 ആണ്. 5ൻ്റെ കൂടെ 6 കൂടെ ആഡ് ചെയ്യണം, അല്ലേ? ദാറ്റ് ഈസ് 5 + 6 which is equal to what? 11. ഓക്കെ, അപ്പം ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്ത് വരും? 11 വരും. ഇനി നമ്മൾ എന്താണ് കണ്ടത്? വൈ കോർഡിനേറ്റ് മുകളിലേക്ക് എത്ര? ഇവിടെ വൈ 8 ആണ്, വൈ ഇവിടെ 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് എത്ര യൂണിറ്റ്? 2 യൂണിറ്റ്സ് മുകളിലേക്ക് നീങ്ങുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 8 + 2 which is equal to what? 10. അപ്പോൾ നമുക്ക് കിട്ടും സി എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് എത്രയാണ്? 11 and 10. ഓക്കെ, മനസ്സിലായല്ലോ? സോ അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 4th വെർട്ടസിൻ്റെ കോർഡിനേറ്റ്സ് എത്രയാണ് കിട്ടി. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നതാണ്. ആരും ഡൗട്ടൊന്നും ചോദിക്കാത്തതെന്ന് കരുതുന്നു.
So we are moving to the next part of that question, that is find the coordinates of the point of intersection of the diagonals of the parallelogram. Okay. പാരലോഗ്രാമിൻ്റെ ഡയഗണലിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ഡയഗണലിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കുമല്ലോ അല്ലേ? അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് നമുക്കറിയാം മിഡ് പോയിൻ്റ് കാണാനുള്ള ഇക്വേഷൻ വി നോ ദാറ്റ്. നമ്മളപ്പം ഈ രണ്ട് പോയിൻറ്റ്സ് 5, 8 ആൻഡ് 5, 8ഉം 9, 6ഉം കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മിഡ് പോയിന്റ് കാണാൻ നമുക്കറിയാം എന്താ ഇക്വേഷൻ? x1 + x2 മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? x1 + x2/2 ആൻഡ് y1 + y2/2 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മിഡ് പോയിന്റ് xy കിട്ടും അല്ലേ? മിഡ് പോയിന്റ് xy എന്ന് വിളിച്ചാൽ രണ്ട് പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2 എന്ന് വിളിച്ചാൽ മിഡ് പോയിന്റ്സ് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? x1 + x2/2 ആൻഡ് y1 + y2/2 എന്ന് വിളിക്കാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ x1 എന്ന് വിളിക്കുന്നു, ഇത് y1, ഇത് x2 ആൻഡ് ദിസ് ഈസ് y2. സോ വി ക്യാൻ റൈറ്റ് വാട്ട്? 5 + 9/2 that is 14/2 and 8 + 6/2 that is 14/2 which is equal to what? Which is equal to 7, 7. അപ്പോൾ നമ്മുടെ മിഡ് പോയിന്റിൻ്റെ വാല്യൂ, മിഡ് പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 7, 7. ഓക്കെ ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? So we are moving to the next question, question number 2. In a circle, the coordinates of the end of the points of the diameters are 2, 8, 10, 14. Find the coordinates of the center of the circle, okay, and the radius of the circle. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു സർക്കിളിൻ്റെ ഡയമീറ്റർ, ഒരു സർക്കിളുണ്ട്, അവിടെ ഒരു ഡയമീറ്റർ ഉണ്ട്. ഡയമീറ്ററും സർക്കിളും ആയിട്ട് ഉണ്ടാക്കുന്ന പോയിന്റ്സ് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2ഉം 8ഉം തന്നിട്ടുണ്ട്, 10ഉം 14ഉം തന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത്രയും കാര്യം നമുക്ക് വരച്ചെടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? കോർഡിനേറ്റ് ഓഫ് ദി സെൻറ്റർ. ഈ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ എന്താണ്? ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് അല്ലേ? അപ്പം മിഡ് പോയിൻ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? x1 + x2/2 y1 + y2/2 എന്നും ചെയ്താൽ നമുക്ക് ഈ മിഡ് പോയിൻ്റ് നമ്മൾ xy എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മിഡ് പോയിന്റ് xy എന്ന് കിട്ടും അല്ലേ? അല്ലേ മക്കളെ? അപ്പോൾ നമ്മളിവിടെ x1 y1 എന്ന് പറഞ്ഞ് നമ്മൾ 2, 8നെ വിളിച്ചാൽ ഇത് x2 y2 ആണെങ്കിൽ നമുക്ക് മിഡ് പോയിന്റ് എങ്ങനെ കാണാൻ പറ്റും? മിഡ് പോയിന്റ് വിൽ ബി ഈക്വൽ ടു, ദാറ്റ് ഈസ് സെൻറ്റർ വിൽ ബി ഈക്വൽ ടു 2 + 10/2 ആൻഡ് 8 + 14/2 which is equal to what? 12/2 and 22/2 which is equal to what? 6, 11. അപ്പോൾ മിഡ് പോയിന്റ് സെൻറ്ററിൻ്റെ, സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ പോയിന്റ്സ് കോർഡിനേറ്റ് ഏതൊക്കെയാണ്? 6 and 11. ഓക്കെ, മനസ്സിലായല്ലോ? ഇനിയും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. സർക്കിളിൻ്റെ റേഡിയസ് കാണണം. എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. നമുക്കൊരു ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മൾ ഈ രണ്ട് പോയിന്റ്സ് കരുതുക. ഈ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്താണ് ഡിസ്റ്റൻസ് ഫോർമുല എടുക്കുന്നെങ്കിൽ നമുക്ക് ഈ സർക്കിളിൻ്റെ എന്താണ് കിട്ടുന്നത് മക്കളെ? ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡയമീറ്റർ റേഡിയസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഹാഫ് എടുത്താൽ മതി. എന്ത് കിട്ടും? ഡയമീറ്ററിൻ്റെ പകുതി എടുത്താൽ മതിയാകും റേഡിയസ് കിട്ടാൻ. അല്ലാതെ നമ്മളിപ്പം ഈ ഒരു പോയിന്റ് x1 y1ഉം നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചല്ലോ മിഡ് പോയിന്റ്, ദാറ്റ് ഈസ് സെൻറ്റർ കണ്ടുപിടിച്ചല്ലോ. xy എത്ര കണ്ടുപിടിച്ചു? 6ഉം 11ഉം അല്ലേ? ഈ 6ഉം 11ഉം ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അല്ല, നമ്മളിപ്പം ഈ രണ്ട് പോയിന്റ്സും x1 y1 ആൻഡ് x2 y2 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് സർക്കിളിൻ്റെ കിട്ടുന്നത്? ഡയമീറ്റർ ആണ് കിട്ടുന്നത്. ഡയമീറ്ററിൻ്റെ പകുതി എടുത്താലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? റേഡിയസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2 വെച്ചാണ് നമ്മൾ ആ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റേഡിയസ് എന്ത് എഴുതാം? ഡിസ്റ്റൻസ് ബൈ d/2 എന്ന് വിളിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് x1 - x2 the whole square plus y1 - y2 the whole square അല്ലേ? അതിൻ്റെ റൂട്ട് എടുക്കണം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 - 2 the whole square plus 14 - 8 the whole square അല്ലേ? സോ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 8² plus 6²/2. 8² എത്രയാണ്? 64 and 6² what is that?
36. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 64 + 36 that is 100, that is root of 100 divided by 2 which is equal to 10/2 which is equal to 5 units. Okay. Radius എത്ര കിട്ടി? 5 എന്ന് കിട്ടി. So we are moving to the next question. Question number 3. Draw the axis and mark the points. Okay. Axis വരച്ചിട്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യണം. ഓക്കെ. എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ വരയ്ക്കുന്നു. 1 2 3 4 5 6 അങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ ആക്സിസിൽ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്യുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 4 5 എന്ന് പറഞ്ഞു പി എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. അപ്പോൾ 4 5 അല്ലേ. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4 5 എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എക്സ് വൈ എന്ന രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് ആക്സിസിൽ 4ഉം വൈ ആക്സിസിലോട്ട് 5 അല്ലേ. അപ്പോൾ ഏകദേശം ഇവിടെ വരും അല്ലേ. ഇതാണ് നമ്മുടെ പി. അത് എത്രയാണ്? 4 5. ഓക്കെ. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 2 0. ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് വന്നിരിക്കുന്നത്? 2 0. അപ്പം 0 ആണ് വൈ ആക്സിസ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഏത് കോർഡിനേറ്റിൽ തന്നെ ആയിരിക്കും? എക്സ് കോർഡിനേറ്റിൽ തന്നെ വരുന്ന സാധനം അല്ലേ. ദാറ്റ് ഈസ് 2 0. അപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. ദിസ് ഈസ് വാട്ട്? 2 0. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് ഏതാ ചോദിച്ചിരിക്കുന്നത്? ആർ എന്ന് പറയുന്നത് 5 0 അല്ലേ. 5 0 ആണ്. 5 0 ആണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ് 5 യൂണിറ്റ് ഇങ്ങോട്ട് പോയാൽ മതി. ദാറ്റ് ഈസ് ദിസ് ഈസ് 5 0. ദാറ്റ് ഈസ് അവർ ആർ അല്ലേ. അപ്പോൾ മനസ്സിലായല്ലോ. ഇനിയുള്ളത് ഇഫ് എ പാരലോഗ്രാം പി ക്യു ആർ ഈസ് ഡ്രോൺ വിത്ത് എസ് ആസ് ഫോർത്ത് വെർട്ടിസസ് റൈറ്റ് ദി കോർഡിനേറ്റ് ഓഫ് എസ്. അപ്പം നമുക്ക് പി ഇവിടെ നമ്മൾ പിയും ക്യൂവും ആറുമായി. ഇനി ഒരു ഫോർത്ത് വെർട്ടെക്സ് നമ്മൾ എസ് ആയിട്ട് വരച്ചാൽ അത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ കോർഡിനേറ്റും എഴുതാൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്നു, ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു അല്ലേ. ഇനി ഒരു വെർട്ടിസസ് ഇവിടെ വരുവാണെങ്കിൽ പാരലോഗ്രാമാണ് വരയ്ക്കുന്നത്. അപ്പം ഇവിടെ മക്കളെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എക്സ് ആക്സിസിൽ ക്യൂയിൽ നിന്ന് ആറിലേക്ക് എത്ര യൂണിറ്റ്സ് ആണ് മൂവ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. 1 2 and 3. അപ്പോൾ കറസ്പോണ്ടിങ് ക്യൂയിൽ നിന്ന് നമ്മൾ എസിലേക്ക് എത്ര യൂണിറ്റ്സ് തന്നെ നീങ്ങണം? 3 യൂണിറ്റ്സ് നീങ്ങണം. ദാറ്റ് ഈസ് ഈ 4 + 3 വരണം. 4 + 3 എത്രയാണ്? 4 + 3 എത്രയാണ്? 7 അല്ലേ. അപ്പോൾ ഇത് എത്ര നീങ്ങണം? 7. എക്സ് കോർഡിനേറ്റ് 7 ആണ്. വൈ ആക്സിസ് നീങ്ങേണ്ട കാര്യമുണ്ട്. പാരലോഗ്രാം അല്ലേ. വൈ ആക്സിസ് അത് തന്നെ 8 ആണ്. ദാറ്റ് ഈസ് 5. ദാറ്റ് ഈസ് 5. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ് ഇവിടെ വരെ അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ എസ് എന്ന് പറഞ്ഞ ഫോർത്ത് വെർട്ടെക്സ്. ദാറ്റ് ഈസ് 7 8. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പാരലോഗ്രാം കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ എക്സാമിന് വരുന്ന 9 ചാപ്റ്റേഴ്സ് വരാൻ ക്വസ്റ്റ്യൻ ചാൻസ് കൂടുതൽ. 9 ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ്, അതും പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് നമ്മൾ എടുത്ത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയെന്ന് മിസ് കരുതുന്നു. അപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാനും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാനും ഈ ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് സാധിച്ചു എന്ന് മിസ് വിശ്വസിക്കുന്നു. സോ അപ്പോൾ നാളത്തെ എക്സാമിന് എല്ലാവരും അടിച്ചു പൊളിച്ചു പോയി എക്സാം ഒക്കെ എഴുതുക, ഹാപ്പി ആയിട്ടിരിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.